And tomorrow is your English exam. അല്ലേ? അപ്പോൾ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നും വേണ്ട അല്ലേ? ടെൻഷൻ ഉണ്ടായാലേ കാര്യമില്ല. ടെൻഷൻ ഇല്ലാതാക്കാൻ നമ്മളെ കയ്യിൽ ഒരേ ഒരു വഴിയുള്ളൂ. എന്താ അത്? You have to prepare well. If you prepare well, you can score good marks. No worries, no tension. അല്ലേ? So the only thing is you have to prepare well, revise all the chapters, okay? Go through all the questions, important questions. ഇതൊക്കെ ചെയ്താൽ nothing to worry. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? We will be discussing some important questions. We will quickly revise all the chapters. We will discuss some important previous year questions. പിന്നെ എന്താ, നിങ്ങൾക്ക് കുറച്ച് ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? എക്സാംസിന് എപ്പോഴും ചോദിക്കുന്നത് ആ ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്, അതിൻ്റെയൊക്കെ ഫോമാറ്റ്സും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. So what you have to do is sit and carefully watch the video, and if you have any doubts, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എക്സാം റിലേറ്റഡ് ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് comment boxil type ചെയ്യാം. I will be answering your doubts, okay? And one more thing, you have to share this link with your friends also. അവരെയും ഹെൽപ്പ് ചെയ്യണ്ടേ നമുക്ക് അല്ലേ? ഗുഡ് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, ഓക്കെ? യെസ്. അപ്പോൾ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സാംസിനുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ നോ ദാറ്റ് യു ആർ പ്രിപ്പയർഡ്, ബട്ട് സ്റ്റിൽ ഏതൊക്കെയാണ് നമുക്ക് ചാപ്റ്റേഴ്സ് ഉള്ളത്? സി, ഫസ്റ്റ് 2 യൂണിറ്റ്സ് ആണ് ഫസ്റ്റ് ടേം എക്സാമിനേഷന് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ തന്നെ എന്താണ്? 3 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റിലും സെക്കൻഡിലും യു ഹാവ് 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് യൂണിറ്റ് ഇസ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതിൽ യു ഹാവ് എ ഷോർട്ട് സ്റ്റോറി, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ദെൻ സ്നേക്ക് ആൻഡ് ദി മിറർ, അതൊരു പ്രോസ് ആണ്. ആൻഡ് 1 poem, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്കുള്ള ചാപ്റ്റേഴ്സ്. Now what about the second unit? Unit 2, the frames. അതിൽ Project Tiger is a memoir. അതൊരു നോൺ ഫിക്ഷൻ വർക്കാണ് അല്ലേ? യു റിമെമ്പർ സത്യജിത് റായ്, ടൈഗർ, എവറിബഡി. യെസ്. പിന്നെന്താ? മൈ സിസ്റ്റേഴ്സ് ഷൂ, അതൊരു സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ മീൻസ് ഇറ്റ്സ് എ പോർഷൻ ടേക്കൺ ഫ്രം എ ഫിലിം അല്ലേ? പിന്നെന്താ? ലാസ്റ്റ് വൺ, സോങ്. ഇറ്റ്സ് നോട്ട് എ പോയം, ഇറ്റ്സ് എ സോങ്, ബ്ലോയിങ് ദി വിൻഡ്. അപ്പോൾ ഈ 6 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ എക്സാമിനേഷന് ഉള്ളത്. Okay, now what we are going to do is, നമ്മൾ പെട്ടെന്ന് quickly we will revise all these chapters. പിന്നെ 1.5 hour ഉള്ളൂ നമ്മുടെ സെഷൻ, so we cannot in detail cover all the chapter. അപ്പോൾ what we will be doing is, we will quickly go through all these chapters. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് important questions discuss ചെയ്യും, കുറച്ച് formats discuss ചെയ്യും, all these things. Okay? Yes. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ. മീൻസ് വാട്ട്? വിൽ ലുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരിക നോക്കാം നമുക്ക്. സി, ഫസ്റ്റ് വരുന്നത് 4 എക്സ്ട്രാക്ട്സ് ആണ്. നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യു ആർ ഫെമിലിയർ വിത്ത് ദറ്റ് അല്ലേ? എന്താണ്? ഒരു പാരഗ്രാഫ് ഉണ്ടാവും, ആൻഡ് ദർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദീസ് എക്സ്ട്രാക്ട്സ്. വെരി സിമ്പിൾ ആണ്, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഈ എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ അതിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള 3 എക്സ്ട്രാക്റ്റ് ഉണ്ടാവും. ലൈക്ക് യു ഹാവ് 1 poem, റൈറ്റ്? ഒരു പോയം ഉണ്ടാവും, ഓക്കെ? ആൻഡ് യു വിൽ ഹാവ് സം ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് പോയം. പിന്നെ പ്രോസ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് ഒരു പോർഷൻ ഉണ്ടാവും, അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓക്കെ? ദെൻ അപ്രിസിയേഷൻ. യു ക്യാൻ എക്സ്പെക്ട് 1 അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ എന്താണ്? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ പറയും. അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പോയം നന്നായി വായിക്കുക, അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, പോയറ്റ് ആരാണ്, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ച് ഒരു പാരഗ്രാഫ് പോയത്തിനെ കുറിച്ച് എഴുതണം. അതും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു എക്സ്ട്രാക്ട് പറയുന്നത് ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ്. ഒരു എക്സ്ട്രാക്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. മീൻസ് സം അതർ എക്സ്ട്രാക്ട് ദാറ്റ് ഇസ് നോട്ട് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഓൾസോ വിൽ നോട്ട് ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, വെരി സിമ്പിൾ പാസേജ്. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂഷ്വലി എക്സ്ട്രാക്ട് എന്താണ്? 5 മാർക്സിനാണ് ചോദിക്കാറുള്ളത്. മീൻസ് യു വിൽ ഹാവ് ക്വസ്റ്റ്യൻസ് ഹാവിങ് 5 മാർക്സ്. അപ്പോൾ നന്നായി എക്സ്ട്രാക്ട്
വായിച്ചാൽ നിങ്ങൾക്ക് ഈ 5 മാർക്സ് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ അതാണ് എക്സ്ട്രാ. പിന്നെയുള്ളത് യു ഹാവ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. ഈ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 മാർക്കാണ്. ഡോണ്ട് വറി, യു വിൽ ഹാവ് ചോയ്സ്. 1 out of 2. യു വിൽ ഹാവ് ടു ആൻസർ ഓൺലി 1 ആൻഡ് ദർ വിൽ ബി 2 ക്വസ്റ്റ്യൻസ്. ഗോട്ട് ഇറ്റ്? 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഓർ ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ക്ലിയർ? 7 മാർക്സിൻ്റെതാണ്. ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. പിന്നെയുള്ളത് 6 മാർക്സ് ആൻഡ് 5 മാർക്സ് ക്വസ്റ്റ്യൻസ്. 6 മാർക്സിൻ്റെ ഉണ്ടാവും, 5 മാർക്സിൻ്റെ ഉണ്ടാവും. ഇതൊന്നും പേടിക്കേണ്ട, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ചോയ്സ് ആണ്. ചോയ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവും, ഔട്ട് ഓഫ് 6. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഡോണ്ട് വറി, ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദി ചാപ്റ്റർ വെരി തറലി. എന്നാലേ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റൂ. ക്ലിയർ? നൗ പിന്നെയുള്ളത് എന്താ വെച്ചാൽ പ്രൊഫൈൽ. ഇതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ഏരിയ ആണ് പ്രൊഫൈൽ. റൈറ്റിംഗ് എ പ്രൊഫൈൽ. ദിസ് ഈസ് വെരി ഈസി. യു വിൽ ഗെറ്റ് ഹിൻസ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് എക്സ്പാൻഡ് ദി ഹിൻസ് ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ്. ഒരാളെ കുറിച്ച്, ഒരു ഫേമസ് വ്യക്തിയെക്കുറിച്ച്, സംടൈംസ് പോയിറ്റ് യു ഹാവ് ഓൾറെഡി ലേൺഡ്, അങ്ങനെയാവാം. ഓക്കെ, സോ ആ ഹിൻസ് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിറ്റിനെ കുറിച്ച് ഒരു പാസേജ്, ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. എവ്രി ഹിൻസ് വിൽ ബി ഗിവൺ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രൊഫൈൽ എഴുതണം. ദാറ്റ്സ് ഓൾ. ദാറ്റ്സ് വെരി സിമ്പിൾ. യു ക്യാൻ സ്കോർ മാർക്സ് ദെയർ. ഓക്കെ. പിന്നെയുള്ളതാണ് ഡാറ്റ അനാലിസിസ്. എന്താ ഡാറ്റ അനാലിസിസ്? അത് എന്താവാം, ലൈക്ക് യു വിൽ ഗെറ്റ് എ ടേബിൾ ഓർ എനി ഡാറ്റ. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഡാറ്റ ഒരു ടേബിൾ ഫോമിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, കാരണം എവറിത്തിങ് വിൽ ബി ഗിവൺ. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നല്ല തറവായിട്ട് ആ ഡാറ്റ അനലൈസ് ചെയ്യുക, പഠിക്കുക, ആ ഡാറ്റ നന്നായി വായിക്കുക. അപ്പോൾ എന്താണ്, യു ക്യാൻ ഗെറ്റ് ദി ആൻസർ വെരി ഈസിലി. അതാണ് ഡാറ്റ അനാലിസിസ്. പിന്നെയുള്ളതാണ് നമ്മുടെ ഗ്രാമർ പോർഷൻ, വിച്ച് ഇസ് വെരി പീപ്പിൾ തിങ്ക് ദാറ്റ് ഗ്രാമർ പോർഷൻ ഇസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെയാണല്ലേ സാധാരണ നിങ്ങൾക്കൊക്കെ ഉള്ളൊരു തോട്ടാണ്, ഗ്രാമർ വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ വിചാരിച്ചാൽ ശരിയല്ല. ഗ്രാമർ പോർഷനിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് റിപ്പോർട്ടിംഗ് കോൺവെർസേഷൻ, എഡിറ്റിംഗ്, ഫ്രേസൽ വെർബ്സ്, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ഏരിയാസ് ആണ് ഗ്രാമറിൽ. ഏതൊക്കെയാണ്? റിപ്പോർട്ടിംഗ് കോൺവെർസേഷൻ എന്താ, നിങ്ങൾക്ക് എന്താണ്, ഒരു കോൺവെർസേഷൻ തരും. ഓക്കെ, കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 people. എന്നിട്ട് എന്ത് ചെയ്യും, യു വിൽ ഹാവ് ടു റിപ്പോർട്ട് ഇറ്റ്. ഓക്കെ, ഡോണ്ട് വെറി, ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെയുള്ളത് എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തോ എക്സ്പെക്റ്റ് ചെയ്യാം, ലൈക്ക് എന്താണ്, എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. എറേഴ്സ് അതിപ്പോൾ ടെൻസ് ആവാം, എന്തോ ആവാം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. അതും ഈസിയാണ്, നോട്ട് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഫ്രേസൽ വെർബ്സ് വെച്ച് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. യു ക്യാൻ എക്സ്പെക്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഏരിയ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഐഡൻറ്റിഫൈങ് നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തരും, എന്നിട്ട് എന്ത് ചോദിക്കും, യു ഹാവ് ടു ഐഡൻറ്റിഫൈ നൗൺ ഫ്രേസ്, അല്ലെങ്കിൽ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വെർബ് ഫ്രേസ്. ഇപ്പോൾ വെർബ് ഫ്രേസ് എന്താണ്, നൗൺ ഫ്രേസ് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ എവറിത്തിങ് വിൽ ബി സ്മൂത്ത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. വിൽ ബി ഡിസ്കസിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, യെസ്. ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചാപ്റ്റേഴ്സ് പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് ഉള്ളതെന്ന്. അതിൽ ഫസ്റ്റ് വൺ ഏതാ, അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ. റിമെമ്പർ? ഓർമ്മയുണ്ടോ? സ്റ്റോറി ഓർമ്മിച്ച് വെക്കണേ, ഇല്ലെങ്കിൽ യു കനോട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എപ്പോഴും ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവണം. എന്നാൽ മാത്രമേ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോറി എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. പ്ലസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, സി, സ്റ്റോറിയുടെ കൂടെ തന്നെ ആരാണ് ഓതർ. പോയാണെങ്കിൽ പോയറ്റ്, ഓക്കെ, പ്രോസ് ആണെങ്കിൽ ആരാണ് അത് എഴുതിയത്, റൈറ്റർ. ഇതും എപ്പോഴും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കാരണം എന്താ, അത് പ്ലസ് മാർക്കാണ്. ഇഫ് യു ആർ ആൻസറിങ് എ ക്വസ്റ്റ്യൻ ആൻഡ് യു ആർ റൈറ്റിംഗ് Banyan tree is a story written by Ruskin Bond, then sure 1 mark. എന്താണ്, യു ആർ റിമെമ്പറിങ് ദി റൈറ്റേഴ്സ് നെയിം. ഓക്കെ, അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, റൈറ്ററുടെയോ ഓതറുടെയോ പേര് ഓർമ്മിച്ച് വെക്കണം. ഇപ്പോൾ ബാനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്, ലൈക്ക് ദാറ്റ്. ക്ലിയർ?
സോ ഇറ്റ് ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. എന്താണ്, ജസ്റ്റ് ഒരു റിവിഷൻ ആണ്, ക്വിക്ക് റിവിഷൻ. എന്താ നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള റിവിഷൻ. യെസ്, ദിസ് ഈസ് ദി അക്കൗണ്ട് ഓഫ് വാട്ട് ദി ഓഥർ വിറ്റ്നസ്ഡ് വൈൽ സിറ്റിംഗ് അണ്ടർ an ancient banyan tree at his grandfather's house as a youngster. എന്താണ് ഓർമ്മയില്ലേ? Author talking about his days, okay, when he visits his grandfather's house. അവിടെയുള്ള ബാനിയൻ ട്രീയിൽ നരേറ്റർ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ദി ബാനിയൻ ട്രീയിൽ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാണ്? ദി നരേറ്റീവ് പോർട്രേഡ് എ ലിറ്റിൽ ബോയ്സ് എക്സ്പീരിയൻസസ് വാച്ചിങ് എ മംഗൂസ് ആൻഡ് എ സ്നേക്ക് ഫൈറ്റ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഈവൻ്റ് ആണ് എന്ത്? നരേറ്റർ ഈ മംഗൂസും സ്നേക്കിൻ്റെയും ഫൈറ്റ് കാണുന്നത്. ക്ലിയർ? ആ എക്സ്പീരിയൻസ് അതിൽ നമുക്ക് കാണാം. റിമെമ്പർ ഹൗ ദാറ്റ് ഫൈറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ചാപ്റ്റർ. ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണേ. പിന്നെന്താണ്? ദി വേ എ ചൈൽഡ് ക്രിയേറ്റ്സ് ഹിസ് വേൾഡ് അറ്റ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ഹൗസ് വൈൽ സറൗണ്ടഡ് ബൈ നേച്ചർ ഇസ് മേജർ തീം ഇൻ ദി സ്റ്റോറി. അപ്പോൾ ഇതിൽ മേജർ തീം എന്താണ്? നരേറ്റർ he is sharing his experience, okay, while sitting on a banyan tree reading some books. He is enjoying each and every beauty of the nature. അവിടെ അയാൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ദി ബാനിയൻ ട്രീ. ഓക്കെ, മംഗൂ സ്നേക്ക് ഫൈറ്റ്, പിന്നെ സ്ക്വിറൽസ്, ക്രോ മൈന. ഓർമ്മയില്ലേ? ക്രോ മൈന. അതൊക്കെ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ്സ് ടു റിമെമ്പർ. നൗ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം പറയാം, ഏത് ചാപ്റ്ററിനായാലും നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, വെദർ ഇറ്റ്സ് ബാനിയൻ ട്രീ, വെദർ ഇറ്റ്സ് പോയം, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ എനി എക്സ്ട്രാക്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ട്രാക്റ്റ് വന്ന് നിങ്ങളോട് ഐഡൻറ്റിഫൈ ദി റൈറ്റർ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. യു ഹാവ് ടു റീഡ് ദി ടെക്സ്റ്റ് വെരി തറലി ആൻഡ് കെയർഫുള്ളി. എന്നാലേ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാക്റ്റ് കണ്ടാൽ അത് ഏത് ചാപ്റ്ററാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് മറക്കരുത്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ബിഫോർ യു ആർ ഗോയിങ് ഫോർ എക്സാമിനേഷൻ യു ഷുഡ് റീഡ് ഓൾ ദി ചാപ്റ്റേഴ്സ്. ഓക്കെ, വെരി ഡീറ്റെയിൽഡ് റീഡിങ് ആവശ്യമാണ്. നന്നായി ടെക്സ്റ്റ് വായിച്ചാലേ നിങ്ങൾക്ക് ലാംഗ്വേജ്, എസ്പെഷ്യലി ലാംഗ്വേജ്, ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് വൈ ഐ സെഡ് യു ഹാവ് ടു റീഡ് ദി ചാപ്റ്റർ. നൗ ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ദി ബോയ് ഇൻ ദി സ്റ്റോറി അഡ്വെഞ്ചേഴ്സ് ഇൻ എ banyan tree witnessed the fight between the cobra and the mongoose. He narrates the fight scene to his friends. Write the likely narrative. സീ ദി ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അല്ലാതെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരില്ല. വാട്ട് ഡിഡ് ദി മംഗൂസ് ഡു ഓർ വാട്ട് ഹാപ്പൻ ടു ദി മൈന ഓർ ദി ക്രോ. അങ്ങനെയൊന്നും ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ ഡോണ്ട് എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. യു വിൽ ഹാവ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. യു വിൽ ഹാവ് ടു റൈറ്റ് എ നറേറ്റീവ്. ഇവിടെ എന്താണ്? ഹി നറേറ്റ്സ് ദി ഫൈറ്റ് സീൻ. അയാൾ ഫ്രണ്ട്സിനോട് ഈ എക്സ്പീരിയൻസ് ഒക്കെ പറയാണ്, ഈ ഫൈറ്റ് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ അത് നിങ്ങൾ ഇമാജിൻ ചെയ്തിട്ട് യു ഹാവ് ടു റൈറ്റ് എ നറേറ്റീവ്. റൈറ്റർ എങ്ങനെയാണോ ഫ്രണ്ടിനോട് നറേറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ എഴുതണം. അത് എഴുതണ്ടെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു നോ ദി ഈവൻസ് അറിയണ്ടെങ്കിൽ സിമ്പിൾ, യു ഹാവ് ടു റീഡ് ദി ടെക്സ്റ്റ് ബുക്ക് അഗെയിൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ആണ് ദി ബോയ് ഇൻ ദി സ്റ്റോറി അഡ്വെഞ്ചേഴ്സ് ഇൻ എ banyan tree finds 3 white baby squirrels amongst the wool in the hole in the banyan tree. He puts down his feelings in his diary. Prepare the likely diary entry. ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. എന്താണ്? ഈ റൈറ്റർ ഈ ഫീലിങ്സ് ഒക്കെ തൻ്റെ ഡയറിയിൽ എഴുതുകയാണ്. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ദി ലൈക്ലി ഡയറി എൻട്രി. റൈറ്റർ എങ്ങനെയാണ് ഒരു ഡയറി എൻട്രി എഴുതുന്നത് ഇമാജിൻ ചെയ്ത് യു ഹാവ് ടു റൈറ്റ്. എക്സ്പെക്ട് സച്ച് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ദി ബോയ് ഇൻ ദി സ്റ്റോറി അഡ്വെഞ്ചേഴ്സ് ഇൻ എ banyan tree loves nature. He eagerly observes everything that happens around him. Attempt a character sketch of the boy. വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ. എന്താണ്? ഈ ബോയുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് വെച്ചാൽ എന്താ? യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ദി ബോയ്. എങ്ങനെയുള്ള ആളാണ് ഈ ബോയ്? ഓക്കെ, യു ഹാവ് ടു അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച്. അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം വാട്ട് എവർ യു നോ അബൌട്ട് ദി ക്യാരക്ടർ. അതാണ് അനദർ ക്വസ്റ്റ്യൻ. അപ്പോൾ ദീസ് ആർ സം
previous year questions from the chapter Adventures in a Banyan Tree. Clear? Hope it's clear. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? Next one is, next chapter ഏതാ? See, snake and the mirror. Very nice picture അല്ലേ? Remember the story, snake and the mirror? Very interesting chapter. എന്തൊക്കെയാണ് points? Just quickly we will just revise all these points. ഞാൻ പറഞ്ഞു, always remember the author. Who is the author of this work? Snake and the Mirror is written by our very famous വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഇത് നിങ്ങൾ മറക്കരുതേ. എവറി ചാപ്റ്ററിൻ്റെയും ഓതേഴ്സിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ബഷീർ സ്റ്റോറിയാണ് എന്താണ് സ്നേക്ക് ആൻഡ് ദി മിറർ. പിന്നെ സ്റ്റോറി ഈസ് അബൌട്ട് എ ഡോക്ടർ ഹൂ എൻകൗണ്ടേഴ്സ് എ സ്നേക്ക് ഇൻ ഹിസ് റൂം ഓൺ എ ഹോട്ട് സമ്മർ നൈറ്റ്. ഓർമ്മയുണ്ടല്ലോ, ഡോക്ടർ എന്താണ് ഒരു സ്നേക്കിനെ കാണുന്നു ആൻഡ് ഓൾ ദി ഇവൻറ്റ്സ് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്. അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. എന്തൊക്കെയാ? ഡോക്ടർ ഈസ് ഷോക്ക്ഡ് വെൻ ദി സ്നേക്ക് ഫോൾസ് ഓൺ ഹിം, ബട്ട് snake notices its reflection in a mirror and moves towards it instead. Appa suddenly one day what happened? When this doctor was sitting in his room, a snake fell down, but endana he was shocked to see that snake endana cheythathu, snake ee doctor attack cheyidilla, but he was lost in his own beauty, reflection in the mirror. Adana ee picture ormille, snake looking at his beauty in the picture. Now the doctor takes advantage of the snake's fascination with its reflection and escapes the room. Doctor എന്ത് ചെയ്തു? ഓർക്കുന്നുണ്ടല്ലോ ഇൻസിഡൻസ് ഒക്കെ. ഡോക്ടർ ഈ ചാൻസ് വേഗം എന്ത് ചെയ്യുക? മുതലെടുത്ത് ആള് എസ്കേപ്പ് ചെയ്തു അല്ലേ? ഹി എസ്കേപ്സ് ഫ്രം ദി റൂം. ദി ഡോക്ടർ റിയലൈസസ് ദാറ്റ് the snake was fooled by its own reflection and that he was saved by the mirror. So ultimately who saved this doctor? It was the mirror. Mirror saved the doctor. Then the story highlights how people can become preoccupied with their appearance and the mirror enhances their self-image. The doctor's encounter with the snake humbles him and reminds him of God. Appa idana nammada story, snake and the mirror. What happens to the doctor? Snake falls and he escapes from his room. These are some points to remember. Marnu varde. Who is the author? Bashir is the author. Now some previous year questions. ഇതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് എക്സ്ട്രാക്ട് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു എക്സ്ട്രാക്ട് ചോദിക്കാം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ദെയർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് ഫോർ 5 മാർക്സ്. അതാണ് ഫസ്റ്റ് വൺ. പിന്നെ നോക്കൂ സെക്കൻഡ് ക്വസ്റ്റ്യൻ. The Snake and the Mirror by വൈക്കം മുഹമ്മദ് ബഷീർ portrays a frightening incident in the life of a homeopath in a humorous way. Prepare a write-up on the use of contrast in the story to bring out the humor. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് ചാപ്റ്ററിലെ ഹ്യൂമർ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊരു റൈറ്റപ്പ്. റൈറ്റപ്പ് മീൻസ് യു ഹാവ് ടു റൈറ്റ് എ പാരഗ്രാഫ് ഓൺ യൂസ് ഓഫ് ഹ്യൂമർ ഇൻ ദി സ്റ്റോറി. ക്ലിയർ അല്ലേ? യെസ്, somebody has asked me homeopath character sketch. You can expect character sketch also. I already said അല്ലേ? ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. എങ്ങനെയുള്ള ആളാണ് ഈ ഡോക്ടർ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്യാരക്ടർ സ്കെച്ച്, ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ക്ലിയർ? യെസ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദി ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡ്രാമ ഫെസ്റ്റിവൽ based on stories of വൈക്കം മുഹമ്മദ് ബഷീർ. Okay? As the secretary of the club, prepare a notice to invite the students and parents to the festival. See, a different question. എന്താണ് ഇവിടെ? നിങ്ങളുടെ സ്കൂള് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് ചെയ്യാണ്? ഒരു ഡ്രാമ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാണ്. ആരുടെ സ്റ്റോറീസ് ബേസ് ചെയ്ത്? ബഷീറിൻ്റെ സ്റ്റോറീസ്. ഹി ഹാസ് written a lot of stories, right? അപ്പോൾ you are planning to conduct a drama festival in your school, so you have to prepare a notice. അതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നോട്ടീസ് എങ്ങനെ? അപ്പോൾ വി വിൽ ബി ഡിസ്കസിങ് ദീസ് തിങ്സ്. ഓക്കെ, ഡോണ്ട് വറി. എങ്ങനെയാണ് നോട്ടീസ് എഴുതുക, എങ്ങനെയാണ് ഒരു ലെറ്റർ, അതിൻ്റെ ഫോമാറ്റിനൊക്കെ യു ഹാവ് മാർക്സ്. പ്രോപ്പർ ഫോമാറ്റ് നിങ്ങൾ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ എഴുതി വെച്ചാൽ തന്നെ യു ക്യാൻ സ്കോർ മാർക്സ്. എന്ന് വെച്ച് കണ്ടൻറ്റ് എഴുതാണ്ടിരിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. മിസ് പറഞ്ഞത് ക്ലിയർ ആണോ? നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരു പാസേജ് എഴുതി വെക്കുന്നതിനേക്കാളും ആ ഫോർമാറ്റും കൂടി അറിഞ്ഞിരുന്നാൽ യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ്. ഓക്കെ, അപ്പോൾ ഫോമാറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടീസ് റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ്, ഡയറി എൻട്രിയുടെ ഫോമാറ്റ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദീസ് ആർ സം ക്വസ്റ്റ്യൻസ് ഫ്രം
Snake and the mirror. Next one എന്താ? Lines written in an early spring. ആരാ? Poet ആരാ? Remember? Who is the poet? Wordsworth. Very famous romantic poet, Wordsworth. Now, written by William Wordsworth. എന്താണ് ഇതിൽ പറയുന്നത്? This is a poem related to nature അല്ലേ? എന്തൊക്കെയാണ്? നേച്ചർ സ്പിരിറ്റ് പറയുന്നുണ്ട് അല്ലേ? പിന്നെന്താ? ഹ്യൂമൻ ഡിസ്കണക്ഷൻ. എന്താ? poem expresses sadness at how humans have detached themselves from nature. poem എന്തോ കൂടി പറയുന്നുണ്ട്? how humans have detached themselves. എന്താണ്? they are not, people today are not very much connected with nature. ആ ഒരു സാഡ്നെസ്സും ആര് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്? വേർഡ്സ്വർത്ത് ഈ പോയത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? poem suggests that if humans could follow nature's example, they could share in its harmony. Poet is asking us to what? Asking us to follow nature's example, to live in harmony. Then a human division. The poem brings to mind examples of painful human division such as war, poverty, cruelty. ഇതൊക്കെ സാഡ്നെസ് ആണ് പോയറ്റിൻ്റെ. ഇതൊക്കെ എന്താണ് ഈ പോയത്തിലൂടെ വേർഡ്സ്വർത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ? ഇമേജറി ആൻഡ് ക്വസ്റ്റനിങ്. ഇമേജറി അറിയാലോ നിങ്ങൾക്ക്, പോയത്തിൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യും പോയറ്റ് അല്ലേ? വിഷ്വൽ ഇമേജറി ഉണ്ടാവാം, ഓഡിറ്ററി ഇമേജസ് ഉണ്ടാവും. വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ പോയം വായിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ പോയറ്റ്? അതാണ് വിഷ്വൽ ഇമേജസ്. അപ്പോൾ ഇതിലും പോയറ്റ് ഹാസ് യൂസ് സച്ച് ഇമേജറീസ് ആൻഡ് ക്വസ്റ്റനിങ്. പിന്നെന്താ? റിക്കണക്ഷൻ. ദി പോയം urges readers to appreciate and reconnect with the natural world's tranquility and wisdom. പോയറ്റ് എന്താണ്? ഹീസ് ആസ്കിങ് റീഡേഴ്സ്, എവ്രി വൺ ഓഫ് us to live in harmony with nature. നേച്ചറുടെ കൂടെ ഇഴകിച്ചേർന്ന് ജീവിക്കാനാണ് പോയറ്റ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പിന്നെ കോമ്പോസിഷൻ. വേർഡ്സ്വർത്ത് composed the poem in 1798 and published it the same year. If possible, ഇയറും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് the poem. Lines written in an early spring. Some points for you to remember. Ni എന്താ? നെക്സ്റ്റ് ചാപ്റ്റർ വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ടുള്ളത് ഏതാ? പ്രൊജക്റ്റ് ടൈഗർ. പ്രൊജക്റ്റ് ടൈഗർ ഒരു ഫിക്ഷൻ വർക്ക് ആണോ? ഫിക്ഷൻ ആണോ? അല്ല, ദിസ് ഇസ് എ നോൺ ഫിക്ഷൻ വർക്ക്. എന്താണ് അതിൽ പറയുന്നത്? ലെസൺ പ്രൊജക്റ്റ് ടൈഗർ is written by സത്യജിത് റേ, who was an Indian filmmaker. അറിയാലോ സത്യജിത് റേനെ? എല്ലാവർക്കും അറിയാം അല്ലേ? ഈസ് എ വെരി ഫേമസ് ഫിലിം മേക്കർ, ഫിക്ഷൻ റൈറ്റർ, പബ്ലിഷർ, ഇലിസ്ട്രേറ്റർ, ഓക്കെ, കാലിഗ്രാഫർ, മ്യൂസിക് കമ്പോസർ, കുറേ കാര്യങ്ങളുണ്ട്. ഈസ് എ വെരി ഫേമസ് പേഴ്സണാലിറ്റി സത്യജിത് റേ. മറക്കരുതേ, പ്രൊജക്ട് ടൈഗർ ബൈ സത്യജിത് റേ. പിന്നെ ദി ലെസൺ ഡിസ്ക്രൈബ്സ് ദാറ്റ് how Satyajit Ray wished to make a movie with a trained tiger. എന്താണ്? ഹിസ് എ ഫിലിം മേക്കർ. അപ്പോൾ ഹീസ് മേക്കിംഗ് എ മൂവി വിത്ത് എ ടൈഗർ. ആ ഷൂട്ടിംഗ് ടൈമിൽ റേക്ക് ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീസും ഫൈനലി ആ ഷൂട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, ഇതൊക്കെയാണ് ഏത് ചാപ്റ്ററിൽ പറയുന്നത്? പ്രൊജക്റ്റ് ടൈഗർ. See, shooting a movie with a tiger was not an easy task for him, as he had to deal with a lot of problems in his film. ഗൂപ്പി ഗൈനെ ബാഗാ ബൈനെ. ഇത് ഓർമ്മിച്ച് വെക്കണേ. എന്താണ്? ഏത് ഫിലിമിന് വേണ്ടിയാ? ഗൂപ്പി ഗൈനെ ബാഗാ ബൈനെ. ഈ ഫിലിമിന് വേണ്ടി ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ട്രെയിൻ ടൈഗറിനെ കൊണ്ടുവരുന്നത്. Now, they managed to get a trained tiger and its trainer, Mr. Thorad, from the Bharat Circus Company. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കണം കേട്ടോ. എന്താണ്? മിസ്റ്റർ തോരാദ്. എവിടുന്ന? ഭാരത് സർക്കസ് കമ്പനി. ഇതൊന്നും വിട്ടുപോകരുത്. They failed to record at the first attempt as the cameras failed to work and shots were too dark. First attempt എന്ത് ചെയ്തു? They were not successful in shooting. Why? Because everything was dark. Okay. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തില്ല? റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. They had to shoot again and reached another location in Boral village. Ray and his men finally took all the required shoots. അങ്ങനെ ഈ ട്രെയിൻ ടൈഗറിനെ വെച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് റേ ആൻഡ് ഓൾ ദി ക്രൂ ഫൈനലി സക്സീഡഡ് ഇൻ ടേക്കിംഗ് ദി ഷോട്ട്സ്. ക്ലിയർ? all these points, recollect all the points. That's why I'm saying all these things, points to remember. You have to recollect all the points. Okay. Now, ഈ ചാപ്റ്ററിൽ നമുക്ക് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. Yes. Satyajit Ray met Mr. Thorad.
the ringmaster of Bharat Circus, and had a discussion with him related to the shooting of scenes with a tiger in his film. Prepare the likely conversation between Ray and Torad. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? യു ഹാവ് ടു റൈറ്റ് എ ലൈക്ലി കോൺവെർസേഷൻ. ഇമാജിൻ ചെയ്യണം എല്ലാം. ഓക്കെ, യു ഹാവ് ടു പ്രിപ്പയർ എ കോൺവെർസേഷൻ. ഇനി കോൺവെർസേഷൻ എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് വിൽ ബി ഡിസ്കസിങ് ലേറ്റർ ആഫ്റ്റർ few more slides. Now, Satyajit Ray wanted to shoot a film with a tiger as one of the characters. He writes a letter to the chairman of the Animal Welfare Board asking permission to use a tiger in his film. Draft the likely letter. അപ്പോൾ ഇവിടെ എന്താണ്? ലെറ്റർ റൈറ്റിംഗ് ആണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു, യു ഷുഡ് നോട്ട് എക്സ്പെക്ട് direct questions from the text. What happened to the tiger? Okay, you should expect such kind of questions. Pindi ulladu, narrate the events that took place at Nortongram and Bora villages while shooting the film. Edana this film Goopib Gaine and Baga Baine adinte events narration again. Pinnenda Ray begins his article with the topic sentence, "No one can beat Hollywood when it comes to making films with animals in them. Prepare a write-up about the animal actors." അപ്പോൾ ഇവിടെയും വീണ്ടും ഒരു റൈറ്റപ്പ് ആണ്. ആനിമൽ ആക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. സത്യജിത് റേ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ് വെൻ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ഫസ്റ്റ് ഷൂട്ടിംഗ് അറ്റംപ്റ്റ് വെന്റ് ഇൻ വെയിൻ. He expressed his feelings in his diary. Prepare the likely diary entry. Again, ഒരു ഡയറി എൻട്രി. ഡയറി എൻട്രി ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡയറി എൻട്രി, ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫോമാറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ധാരാ, വിച്ച് ഇസ് ദി ചാപ്റ്റർ? This is not a poem. Always remember that. Blowing in the wind is a song. Okay, ഇതാരാ അറിയോ? നിങ്ങളുടെ ബുക്കിലുണ്ടോ? Can you identify? That was Bob Dylan. Okay, Bob Dylan's very famous protest song ആണ്. എന്ത്? ഏതാണ് സോങ്? Blowing in the wind. This is Bob Dylan. Okay. അപ്പോൾ this is a song. എവിടെയും poem എന്ന് എഴുതരുതേ. This is not a poem. This is a song. എന്താണ്? Song has had a long rich life as an anthem for causes from civil rights to nuclear disarmament. ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് കേട്ടോ. ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് സോങ്. എന്താണ് പറയുന്നത്? സ്പീക്കർ പോസസ് എ സീരീസ് ഓഫ് ഹ്യൂജ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി പെർസിസ്റ്റൻസ് ഓഫ് വാർ ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ദെൻ റെസ്പോൺസ് വിത്ത് വൺ റിപ്പീറ്റഡ് ക്രിപ്റ്റിക് റിപ്ലൈ. എന്താ ഇതിൽ പറയുന്നത്? വാറും ഓപ്പറേഷനും ആകെ കൂടെ ഉള്ളൊരു കൺഫ്യൂഷനാണ് പറയുന്നത്. ഓക്കെ, whole world is in a confused state. Everywhere, wherever you go, you see wars, oppression. Okay, not a happy state. And ഈ സോങ്ങിൽ ഒരു ലൈന് ത്രൂ ഔട്ട് റിപ്പീറ്റഡ് ആണ് അല്ലേ? യു റിമെമ്പർ വിച്ച് ഇസ് ദി ലൈൻ? ഈ ലൈൻ, ദി ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. ഇത് ഓർത്ത് വെക്കുക. നിങ്ങളോട് അപ്രിസിയേഷൻ ചോദിക്കാം. ഓക്കെ, അപ്രിസിയേഷൻ അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ലൈൻ ഓർത്ത് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്ലസ് പോയിന്റ് ഫോർ യു. ഓക്കെ, യു ക്യാൻ സ്കോർ മോർ മാർക്സ്. അപ്പോൾ ഇതെന്താണ് ആ ലൈൻ? റിപ്പീറ്റഡ് ലൈൻ. ദി ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. അതാണ് ഈ ത്രൂ ഔട്ട് ദി സോങ് റിപ്പീറ്റഡായി വരുന്ന ലൈൻ. നൗ the speaker belongs to the century when discrimination according to color and origin existed, basic human rights were denied, and above all, the air of war was raging everywhere. Everywhere there were problems. Okay, people were denied of their freedom, rights, everything. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റ് ആണ് എന്ത്? ബോബ് ഡിലൻ്റെ ഈ സോങ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. He taps into the issues of racism. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. പോയിന്റ്സ് ഇഷ്യൂസ് ഓഫ് racism, confinement, ignorance, freedom, death and distress. അപ്പോൾ ഇതൊക്കെ ഈ സോങ്ങിലൂടെ ബോബ് ഡിലൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ദി സ്റ്റേറ്റ്. The song poses several rhetorical questions to readers regarding war and peace, freedom versus confinement and the transience of life. അപ്പോൾ ഒരു അട്ടർ കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ് ഈ സോങ്ങിൽ ബോബ് ഡിലൻ പറയുന്നത്. He writes this as a protest song.
Okay, so keep this in mind. Bob Dylan's song Blowing in the Wind is a protest song, and the lines repeated in the song is, the answer, my friend, is blowing in the wind. അപ്പോൾ അത് മറക്കരുത്, ആ ലൈൻ ഓർത്ത് വെക്കാം. Clear? Yes, so these are some points for you to remember. Now another interesting chapter. ഏതാണ്? Sisters, my sister's shoes. ഇവരെ അറിയോ? Can you guess these two people? One small girl and one boy is here. They're playing with bubbles, right? They're playing with bubbles. Children, ഇതാരാ? Yes, you can make your guesses. ആരാ? നിങ്ങൾക്ക് അറിയാം. Ali and Zara. Okay, my sister's shoes. A very interesting story, അല്ലേ? Let us see some points. My Sister's Shoe is an extract taken from the screenplay of Children of Heaven, which is a touching play directed by the renowned Iranian filmmaker Majid Majidi. അപ്പോൾ Iranian filmmaker Majid Majidi എഴുതിയ or create ചെയ്ത Children of Heaven എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു ചെറിയ പോർഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള My Sister's Shoe. ആരുടെയാണ്? Iranian writer-ആയ Majid Majidi. Don't forget, Iranian writer Majid Majidi. Okay, this is an extract from his Children of Heaven screenplay. Children of Heaven എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രീൻപ്ലേയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ചെറിയ പോർഷനാണ്. Okay, Ali is depicted as the main character in the play who belongs to a poor Iranian family. ഓർക്കുന്നുണ്ടോ ഈ അലിയുടെ ഫാമിലി എങ്ങനെയായിരുന്നു? He belonged to a poor family, അല്ലേ? They were struggling to make their earning. His father, mother, and he had a sister, Zara. Okay? Ali, the central character of the film, loses his sister's shoes on the way home. എന്താണ്? ഓർക്കുന്നില്ലേ? സിസ്റ്ററുടെ ഷൂ അലി എന്ത് ചെയ്യും? അലി എവിടെയോ കളഞ്ഞ് പോവും. അലിക്ക് നഷ്ടപ്പെട്ടു പോവും. Okay, Ali feels very guilty about it and tries to pacify his sister Zara. Zara is heartbroken as she did not have another pair of shoes to go to school. So Ali feels very guilty. അലിക്ക് എന്താണ്? വിഷമമുണ്ട്. സിസ്റ്ററുടെ ഷൂ അലി എന്താണ് കാണാതാക്കി അല്ലേ? പക്ഷേ he could not do anything. He could not do anything, and Zara also was very sad because she had no shoes to wear when she goes to school. Okay. The children are aware of the poor conditions of their home. Their mother is unwell and the father refuses to work. And there is a baby to take care of too. അപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അലിയുടെ അല്ലേ? So he was very upset. Hence they hide the news from their parents. And they Ali and Zara, they hide these news from their parents because they thought it will only upset their parents. So they did not share this. Ali is so sad seeing his sister cry that he offers his own pair of old sneakers until he finds a new pair of shoes for his sister. So what does Ali do? Ali എന്ത് ചെയ്യുക? അലി ഭയങ്കര വിഷമത്തിലല്ലേ? സിസ്റ്ററും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അലി എന്ത് ചെയ്യാണ്? അലിയുടെ ഓൾഡ് സ്നീക്കേഴ്സ് എന്ത് ചെയ്യുക? പെയിൻ്റൊക്കെ ചെയ്ത് നല്ല മോഡിഫൈ ഒക്കെ ചെയ്ത് സിസ്റ്ററിന് കൊടുക്കും. യു വെയർ ദിസ്, ഓക്കെ, അൺടിൽ വി ഫൈൻഡ് എ ന്യൂ ഷൂ. Zara, you can take my shoes, my old sneakers. അങ്ങനെയാണ് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നത്. റിമെമ്പർ ദി സ്റ്റോറി. ഓക്കെ, ക്ലിയർ അല്ലേ? പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? നൗ സി, നമ്മളിപ്പോൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ വന്നു? ക്യാരക്ടർ സ്കെച്ച് വാസ് ദെയർ, കോൺവെർസേഷൻ വാസ് ദെയർ, പ്രൊഫൈൽ വാസ് ദെയർ, then diary entry was there, then letter writing അല്ലേ? പിന്നെന്താണ്? നോട്ടീസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഇതെങ്ങനെ നമ്മൾ എഴുതാൻ പോകുന്നു? എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഒരു ക്യാരക്ടർ സ്കെച്ച് വന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം? അല്ലെങ്കിൽ ഒരു ഡയറി എൻട്രി വന്നാൽ നമ്മൾ എങ്ങനെ ഡയറി എൻട്രി എഴുതുക? അതിനൊരു ഫോമാറ്റ് ഉണ്ട്. ദർ ഇസ് എ ഫോമാറ്റ് ഫോർ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ആ ഫോമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സി, പോയിന്റ്സ് ടു ബി നോട്ടഡ് എന്താണ്? റീകോൾ ദി സ്റ്റോറി, ഐഡൻറ്റിഫൈ ദി ക്യാരക്ടർ, ഇതൊക്കെ നമ്മൾ എന്താണ് ചെയ്യൂ അല്ലേ? വി വിൽ റീകോൾ ദി സ്റ്റോറി. പിന്നെന്താ? റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ. ഏത് ക്യാരക്ടറിനെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത് അയാളുടെ റോൾ എന്താണ്? ആ സ്റ്റോറിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ പേഴ്സൺ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം.
പിന്നെന്താ describe the character's physique and appearance. His physical appearance. You can write about his physical appearance also. പിന്നെന്താ describe the character's personality traits like manners, behaviors, temperament, etc. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിസം, മാനേഴ്സ്, ദി വേ ഹി ഡു സർട്ടൻ തിങ്സ്, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാരക്ടർ സ്കെച്ചിൽ യു ക്യാൻ മെൻഷൻ ഓൾ ദോസ് തിങ്സ്. Then write about the characters' relationship with other characters in the story. ഈ ആരെ ക്യാരക്ടർ സ്കെച്ചാണ് ആ ക്യാരക്ടറുടെ റിലേഷൻ മറ്റ് ക്യാരക്ടേഴ്സായിട്ട് അയാൾ എത്രത്തോളം കണക്റ്റഡ് ആണ് അതൊക്കെ നിങ്ങൾക്ക് എന്തിൽ എഴുതാം ക്യാരക്ടർ സ്കെച്ചിൽ എഴുതാം. സോ ക്യാരക്ടർ സ്കെച്ച് മീൻസ് യു ആർ റൈറ്റിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ക്ലിയർ അല്ലേ? സി ഇതൊരു സാമ്പിൾ ക്യാരക്ടർ സ്കെച്ചാണ്. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. സി നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിൽ പ്രിപ്പയർ ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ്. അതിൻ്റെ ഒരു സാമ്പിൾ ആൻസറാണിത്. എങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് നോക്കൂ. ദി ബോയ് എമർജസ് ആസ് എ ക്യാരക്ടർ ഡീപ്ലി കണക്റ്റഡ് ടു നേച്ചർ. പിന്നെന്തൊക്കെയാണ് ഹിസ് ലവ് ഫോർ നേച്ചുറൽ വേൾഡ് ഇസ് എവിഡൻറ്റ് ഇൻ ദി വേ ഹീ കീൻലി ഒബ്സർവ്സ് എവറിത്തിങ്. പിന്നെന്താ ബോയ് ഇസ് ക്യൂരിയസ് ആൻഡ് അഡ്വഞ്ചറസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മാനറിസം ബിഹേവിയർ ഒക്കെയാണ് അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. പിന്നെന്താ എഴുതാം? ഹി ഈസ് നോട്ട് എ പാസീവ് ഒബ്സർവർ, ഹി ഇൻട്രാക്ട്സ് വിത്ത് നേച്ചർ, ബിൽഡിംഗ് എ ബോണ്ട് വിത്ത് ക്രീച്ചേഴ്സ് ദാറ്റ് ഇൻഹെബിറ്റ് ദി ട്രീ. ഇങ്ങനെ ഇതൊക്കെ എഴുതാം. സി യു ക്യാൻ ഗോ ത്രൂ ദീസ് ലൈൻസ്. പിന്നെന്താ ബോയ്സ് ക്യാരക്ടർ ഇസ് ഓൾസോ മാർക്ഡ് ബൈ ഹിസ് ഇമാജിനേറ്റീവ് ആൻഡ് റിഫ്ലെക്റ്റീവ് നേച്ചർ. പിന്നെന്താ ബനിയൻ ട്രീ എങ്ങനെയാണ് ഇദ്ദേഹത്തോട് കണക്റ്റ് ആയിരിക്കുന്നത്, ഈ ബോയിയോട് എത്രത്തോളം കണക്റ്റഡ് ആണ് ഈ ബാനിയൻ ട്രീ, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ. ഈ ചാപ്റ്റർ തന്നെ വരണമെന്നില്ല ക്യാരക്ടർ സ്കെച്ച്. ഇപ്പം നേരത്തെ എന്നോട് ഒരാൾ ഡൗട്ട് ചോദിച്ചു ക്യാരക്ടർ സ്കെച്ച് ഡോക്ടറെ കുറിച്ച്, ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാം, ദർ ഇസ് എ ചാൻസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്യാരക്ടറാണോ നിങ്ങൾ പഠിക്കുന്നത് അവരെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യു ഹാവ് ടു ഹാവ് എ വെരി ഗുഡ് ഓർ തറോ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഓക്കെ, ഏത് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഈ ഒരു മെത്തേഡിൽ എന്തൊക്കെയാണ് ബോയുടെ ഇഷ്ടങ്ങൾ, എങ്ങനെയൊക്കെയാണ് ബോയ് ആ ചാപ്റ്ററിലുള്ളത്, എങ്ങനെയൊക്കെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, വാട്ട് ആർ ഹിസ് ലൈക്സ് ഡിസ്ലൈക്സ് ബിഹേവിയർ, ഓൾ ദോസ് തിങ്സ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, യു ഹാവ് ടു ആൻസർ അക്കോർഡിംഗ് ടു ദി മാർക്സ്. ഫസ്റ്റ് തിങ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ദിസ് 7 മാർക്സ് ക്വസ്റ്റൻ ആൻഡ് ഓൾ എന്താണ് ലോങ് ആൻസർ ക്വസ്റ്റൻ അല്ലേ, ഇപ്പോൾ കുറച്ച് അധികം എഴുതാം എന്ന് വിചാരിച്ച് ഒരുപാട് എഴുതിയാൽ നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഉണ്ടാവും ഇത്ര വേർഡ്സ് അല്ലെങ്കിൽ ഇത്ര പേജ്, അല്ലെങ്കിൽ മാർക്സിനനുസരിച്ചിട്ട് മാത്രം എഴുതാം. ഓക്കെ, അത് മാത്രമല്ല വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പോയിന്റ്സ് എഴുതാം. ഒരുപാട് നമ്മളങ്ങ് നീട്ടി വലിച്ച് എഴുതിയതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ എഴുതേണ്ടത് പോയിന്റ്സ് ആണ്. അപ്പോൾ 7 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് അക്കോർഡിംഗ്ലി. ഇഫ് ഇറ്റ് ഇസ് ഫോർ 5 മാർക്സ് റൈറ്റ് ഓൺലി പോയിന്റ്സ് അക്കോർഡിംഗ് ടു ദി മാർക്സ് പ്രൊവൈഡഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതാണ് ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊഫൈൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു, വെരി വെരി ഈസി ഏരിയ ഫോർ യു ടു സ്കോർ. പ്രൊഫൈലിൽ യു വിൽ ഓൾറെഡി ഗെറ്റ് സോ മെനി ഹിൻസ്. ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് എക്സ്പാൻഡ് ദി ഹിൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ആസ് എ പാരഗ്രാഫ്. ഒരുപാട് നിങ്ങൾക്ക് ക്ലൂസ് തരും. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, പ്രോപ്പർ സെൻറ്റൻസ് ആക്കുക, പാസേജ് ആക്കുക. ഒന്നും നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. അവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുക, അത്രേ ചെയ്യാനുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് സം പോയിന്റ്സ് ദാറ്റ് യു ഹാവ് ടു ടേക്ക് കെയർ. ടൈറ്റിൽ കൊടുക്കുക, ദെൻ കണ്ടോ, യൂസ് ഓൺലി ദ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ്. നിങ്ങൾക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എഴുതിയാൽ മതി, അല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊന്നും പോകണ്ട. ഇറ്റ്സ് അറ്റ് എ വേസ്റ്റേജ് ഓഫ് ടൈം. അപ്പോൾ യൂസ് ഓൺലി ദ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ്, ഡോണ്ട് ആഡ് എക്സ്ട്രാ ഡീറ്റെയിൽസ്. ഓക്കെ, പിന്നെ സ്കിപ്പ് ചെയ്യാനും പാടില്ല. ആ തന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആഡ് ചെയ്യാനും പോകണ്ട, സ്കിപ്പ് ചെയ്യാനും പാടില്ല. ക്ലിയർ അല്ലേ? പിന്നെന്താ, യൂസ് അപ്രോപ്രിയറ്റ് ലിങ്കേഴ്സ്, കോസീവ് ഡിവൈസസ് വെയറെവർ നെസസറി. പിന്നെന്താ,
ഡെവലപ്പ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു ഡെവലപ്പ് ഇൻസ്. തന്നിരിക്കുന്ന ക്ലൂസ് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നത് മാത്രമാണ് പ്രൊഫൈൽ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ്? ഇൻട്രൊഡക്ഷൻ വേണം, പ്രോപ്പർ ലിങ്കേഴ്സ് ടു കണക്ട്, യൂസ് ഓൾ ദി ഗിവൺ ഹിൻസ് വിത്ത് കറക്റ്റ് ലാംഗ്വേജ്, യൂസ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പ്രൊഫൈൽ റൈറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Now I'll show you a sample profile. Okay, I'll show you some hints and how you can expand these hints into a beautiful profile. ഇത് നിങ്ങളുടെ ഇതാരാണ്? മജീദ് മജീദി, author of which one, which chapter? My Sister's Shoes അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, either you can expect author from your textbook itself, അല്ലെങ്കിൽ any other famous personality, any famous, നിങ്ങൾക്ക് അറിയാവുന്നതേ ചോദിക്കൂ. ഡോണ്ട് വറി. ഇനിയിപ്പം അറിയാത്തവരാണെങ്കിൽ കൂടി നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇതുപോലെ എന്തുണ്ടാവും? ക്ലൂസ് ഉണ്ടാവും. എന്താ ഇത് നോക്കൂ, നിങ്ങൾക്ക് ബർത്ത് ഡേറ്റ് തന്നിട്ടുണ്ടാവും, ബോൺ ഓൺ, എഡ്യൂക്കേഷൻ എവിടെയാണ് പഠിച്ചത് തന്നിട്ടുണ്ടാവും, നോൺ ആസ് ഏതാണ് അദ്ദേഹത്തിൻ്റെ ഫീൽഡ്, ഓക്കെ അതുണ്ടാവും. ഫേമസ് ഫിലിംസ് ഏതൊക്കെയാ, ദാറ്റ് ഓൾസോ വിൽ ബി ദെയർ. അവാർഡ്സ് ഉണ്ടാവും, ഏതൊക്കെ അവാർഡ്സാണ് അദ്ദേഹം റിസീവ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനി അതർ സ്പെഷ്യാലിറ്റി, എനി അതർ പെർട്ടിക്കുലർ തിങ്, അതും ഉണ്ടാവും. ദാ നോമിനേഷൻ എന്താണ്, അക്കാഡമി അവാർഡ്സ് ഫോർ ദ ബെസ്റ്റ് ഫോറിൻ ഫിലിം ലാംഗ്വേജ്, അങ്ങനെയൊക്കെ എല്ലാ ക്ലൂസും ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ലിങ്ക് ചെയ്യുക, ഒന്ന് ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്ത് ഇത് ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊരു ബ്യൂട്ടിഫുൾ പാസേജ് ആക്കുക. കണ്ടോ, ഇതിലൊന്നും എക്സ്ട്രാ പോയിൻറ്റ്സോ ഇതിലില്ലാത്തതോ അല്ല, ഇവിടെ കൊടുത്തിരിക്കുക തന്നെയാണ് ഈ ബോക്സിൽ. ഇങ്ങനെ എഴുതണം കേട്ടോ. വെൻ യു ആർ റൈറ്റിംഗ് എ പ്രൊഫൈൽ, യു ഹാവ് ടു റൈറ്റ് ദി ഹൂസ് പ്രൊഫൈൽ യു ആർ റൈറ്റിംഗ്, യു ഹാവ് ടു റൈറ്റ് ദർ പേഴ്സൺസ് നെയിം. പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഡീറ്റെയിൽസ് എന്താണ് സെൻറ്റൻസ് ആക്കി എഴുതുക. ബോൺ ഓൺ, ഇവിടെ ബോൺ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വെൻ റൈറ്റിംഗ് ഇറ്റ് വാട്ട് യു ഹാവ് ടു സേ ഇസ് ഹി വാസ് ബോൺ ഓൺ 17th April, അങ്ങനെ എഴുതുക. പിന്നെ ഹി സ്റ്റാർട്ടഡ് ഹിസ് ഫിലിം കരിയർ, ഇവിടെ എന്താണ് ജസ്റ്റ് ഫിലിംസ് അല്ലെങ്കിൽ അവാർഡ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ. യു ഹാവ് ടു എക്സ്പാൻഡ് ദീസ് പോയിൻറ്റ്സ്, ദാറ്റ്സ് ഇറ്റ്. സോ ഇങ്ങനെയാണ് പ്രൊഫൈൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്പാൻഡ് ദി points and make it a beautiful paragraph. That's all about profile. Clear അല്ലേ? അപ്പോൾ പ്രൊഫൈൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എല്ലാ ക്ലൂസും ഇവിടെ ഉണ്ട്, ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഇസ് നോട്ടീസ്. എന്താ നോട്ടീസ്? നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ നേരത്തെ? ക്വസ്റ്റ്യൻ ഫ്രം വിച്ച് ചാപ്റ്റർ? ജസ്റ്റ് റീകോൾ. ഏത് ചാപ്റ്റർ ആയിരുന്നു? വാട്ട് എവർ ഇറ്റ് ഇസ്. നോട്ടീസ് റൈറ്റിങ്ങും വൺ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സി, ഇനി നോട്ടീസ് എഴുതുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദി പ്രോഗ്രാം, ഇവൻറ്റ് ഓർ ഫങ്ഷൻ? എന്താണ് പ്രോഗ്രാം? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഡ്രാമ അല്ലേ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. ഹൂ കണ്ടക്ട്സ് ദി പ്രോഗ്രാം, അത് നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ വെൻ ഇസ് ദി പ്രോഗ്രാം ഓർ ഇവൻറ്റ്, ഡേറ്റ്, വെൻ ഇസ് ദി പ്രോഗ്രാം അത് നോക്കണം. പിന്നെ എന്താണ്? വേർ ഇസ് ദി പ്രോഗ്രാം, ഓക്കെ ദി ലൊക്കേഷൻ, വേർ ആർ യു ഗോയിങ് ടു കണ്ടക്ട് ദി പ്രോഗ്രാം. പിന്നെന്താ? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ദി നോട്ടീസ് ഇഷ്യൂയിങ് അതോറിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ദീസ് പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ കൺക്ലൂഡ് വിത്ത് സിഗ്നേച്ചർ ആൻഡ് നെയിം ഓഫ് ദി ഇഷ്യൂയിങ് അതോറിറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ദ തിങ്. ഈ 3 പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഓക്കെ, അബൌട്ട് നോട്ടീസ്. നൗ this is a sample notice. This is a sample notice. This is the format of a notice. Okay, here the theatre club of your school has decided to stage the play My Sister's Shoe in your school. Prepare a notice with all the details inviting the students to participate in the program. അപ്പോൾ ഇവിടെ എന്താണ്? See, this is the format. You have to write notice first, then school's name, then what is the event, okay, film festival, then salutation, film club of our school. See, just look at this model and you have to write the content, date, time, everything,
all are welcome, and finally who is inviting. Okay, അതും കൂടി മെൻഷൻ ചെയ്യുക. അവസാനം ആരാണോ ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഈ നോട്ടീസ് പ്രിപ്പയർ ചെയ്ത ആരാണോ അദ്ദേഹത്തിൻ്റെ പേരും കൂടി എഴുതാം. അപ്പോൾ നോട്ടീസ് റൈറ്റിംഗ് ക്ലിയർ അല്ലേ? അപ്പോൾ നൗ വിൽ ജസ്റ്റ് ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് കം ബാക്ക്. Hi dears, so hope you are all still here. Sorry for the inconvenience, ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ വിൽ കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നോട്ടീസിനെ കുറിച്ചാണ് അല്ലേ, നോട്ടീസ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഇൻ ബിറ്റ്വീൻ ഐ ജസ്റ്റ് ഗോ ത്രൂ സം കോമൻറ്റ്സ്. അതിൽ സാൻഡ്രോ ചോദിച്ചു, ഇസ് ദിസ് ലൈവ്? ദിസ് ഇസ് എ ലൈവ് സെഷൻ. ഓക്കെ, ഐ ഓൾറെഡി സെഡ് യു ക്യാൻ ഇൻട്രാക്ട് വിത്ത് മീ, ആസ്ക് ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്സ്, എവറിത്തിങ്. സോ ദിസ് ഇസ് എ ലൈവ് സെഷൻ ഐ സെഡ്. പിന്നെ എന്താണ്, ഋഷേല ബാബു ഗ്രാമർ പഠിപ്പിച്ചു തരുമോ? ഞാൻ ആദ്യം പറഞ്ഞല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാമർ സെഷൻ ഉണ്ട്. അപ്പോൾ ഗ്രാമറിൽ കുറച്ച് റിപ്പീറ്റഡ് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഏരിയാസ് ഐ വിൽ ബി കവറിങ്. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു 1.5 hour സെഷനേ ഉള്ളൂ നമുക്കല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റില്ലെങ്കിലും ഐ വിൽ ജസ്റ്റ് ഹെൽപ്പ് യു ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു. ഡോണ്ട് വറി, I will help you to learn grammar. Something about grammar. Okay, ഒക്കെ കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും certain points that you have to take care. Okay, some tips. ക്ലിയർലി പറഞ്ഞാൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാമർ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അപ്പോൾ ദിസ് ഈസ് എ നോട്ടീസ്. ഓക്കെ, മറന്നു വരുന്നത് നോട്ടീസിൻ്റെ ഫോമാറ്റ് ഇതാണ്. നോട്ടീസ് വേണം, ഹെഡിങ്, ഫിലിം ഫെസ്റ്റിവൽ, സാലുറ്റേഷൻ, കണ്ടന്റ്, ഇങ്ങനെ ഒരു ബോക്സിലായിരിക്കണം നിങ്ങളുടെ നോട്ടീസ്. ക്ലിയർ? ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ നോട്ടീസ് ഉണ്ടാവേണ്ടത്. നൗ ഇനിയുള്ളതാണ് എന്ത്, ദിസ് വൺ, കോൺവെർസേഷൻ. ഇനിയുള്ളത് കോൺവെർസേഷനാണ്. നറേഷൻ മീൻസ് യു ആർ നറേറ്റിംഗ്. നറേഷൻ എന്ന് വെച്ച് ഐ തിങ്ക് യു ആർ ആസ്കിങ് വാട്ട് ഈസ് നറേഷൻ ആണോ ചോദിക്കുന്നത്? അങ്ങനെ നറേഷൻ എന്താ, ഒരു കാര്യം, ഇപ്പോൾ ഒരു സംഭവം നടന്നു ഒരു സ്റ്റോറിയിൽ, അപ്പോൾ നിങ്ങൾ ആ ഈവൻസ് നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. അത്രേ ഉള്ളൂ നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മളൊരു സ്റ്റോറി നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, വി ആർ സേയിങ് എ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രൈബ് ചെയ്ത് പോവുക, അതാണ് നറേഷൻ. ക്ലിയർ? അതാണ് നറേഷൻ. നൗ കോൺവെർസേഷൻ നോക്കുമ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ റൈറ്റിംഗ്. എന്താണ് കോൺവെർസേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാ, യു ഹാവ് ടു ഗ്രീറ്റ് ദി അതർ പേഴ്സൺ. ഹലോ, ഹായ് മാഡം, ഹൗ ആർ യു, അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ. അല്ലാണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മാറ്റർ സംസാരിക്കും അല്ല. നമ്മളൊരു സ്റ്റാർട്ടിങ് പറയുമ്പോൾ എപ്പോഴും ഒരാളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ കോൺവെർസേഷൻ. ഹലോ ഡിയർ, ഓർ ഹായ് മാഡം, വാട്ട് ആർ യു ഡൂയിങ്, ഹൗ ആർ യു, അങ്ങനെ. പിന്നെ ഫില്ലർ ഹിയർ ആൻഡ് ദെയർ ഇസ് വെൽക്കം. ഫില്ലർ മീൻസ് എന്താ, ഫില്ലർ എന്ന് വെച്ചാൽ നമ്മളൊരു കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാ, ഹാ, യാ, അങ്ങനെ നമ്മൾ അല്ലേ നോർമൽ കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചില ഫില്ലേഴ്സൊക്കെ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഫില്ലേഴ്സ് നിങ്ങൾ കോൺവെർസേഷൻ എഴുതുമ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അവോയ്ഡ് റൈറ്റിംഗ് ലോങ്ങർ സെൻറ്റൻസസ്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസസ് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഷോർട്ട് സെൻറ്റൻസസ് വുഡ് ബി ഫൈൻ. പിന്നെ സ്റ്റിക്ക് ടു മാക്സിമം 6 എക്സ്ചേഞ്ചസ്. ഒരുപാട് എക്സ്ചേഞ്ചസ് ഒന്നും വേണ്ട. നിങ്ങളോടൊരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 6 എക്സ്ചേഞ്ചസ് മതി. 6 എക്സ്ചേഞ്ചസ് വെച്ച് എന്താ, ഇപ്പം ഐ ആം മേക്കിംഗ് എ കോൺവെർസേഷൻ വിത്ത് യു. ഓക്കെ, നിങ്ങളിൽ ഒരാളുമായിട്ടാണ് എൻ്റെ കോൺവെർസേഷൻ. അപ്പം നമ്മുടെ 6 എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഞാൻ
ഇയാളോട് സംസാരിക്കുകയാണ്, അയാൾ എന്നോട് റിപ്ലൈ ചെയ്യാണ്. അത് വൺ എക്സ്ചേഞ്ച്. പിന്നെ നെക്സ്റ്റ് എക്സ്ചേഞ്ച് പറയുന്നത് ഐ ആം ആസ്കിങ് സംതിങ് ടു യു, നിങ്ങൾ എനിക്കതിന് റിപ്ലൈ തരുന്നു. ഇത് സെക്കൻഡ് എക്സ്ചേഞ്ച്. അങ്ങനെ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക്, അത് വൺ എക്സ്ചേഞ്ച്. അങ്ങനെ 6 എക്സ്ചേഞ്ചസ് വരെ മതി. ദാറ്റ് ഇസ് ഇനഫ്. ഓക്കെ, അല്ലാണ്ട് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഒന്നും വേണ്ട. പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഞാൻ വീണ്ടും വീണ്ടും പറയണേ, യു ഹാവ് ടു റൈറ്റ് പോയിന്റ്സ്. ചുമ്മാ ഹലോ ഹൗ ഐ അതല്ല. യു ക്യാൻ സ്റ്റാർട്ട് ബൈ റൈറ്റിംഗ് ലൈക്ക് ദാറ്റ്, പക്ഷേ പോയിന്റ്സ് ഉണ്ടാവണം കോൺവെർസേഷൻ ആണെങ്കിൽ കൂടി. ക്ലിയർ? ഇതാ ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ, കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണാം. സാറ, വെയർ ഇസ് മൈ ഷൂ? ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. സാറ, റിയലി? I kept it in a shop, but I could not see who took it. This is just a way of writing conversation. Okay, ഇതൊരു പോർഷൻ ആണേ. നിങ്ങൾ ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹലോ സാറ അല്ലെങ്കിൽ ഹലോ എലി, വേർ ഇസ് മൈ ഷൂ അങ്ങനെ ചോദിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കോൺവെർസേഷൻ. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു കോൺവെർസേഷൻ. പിന്നെയുള്ളത് കോൺവെർസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് ഡയറി. ഡയറി റൈറ്റിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ. ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഡയറി റൈറ്റിംഗ്. ഓക്കെ, ഇപ്പോൾ ഡയറി റൈറ്റിംഗ് എന്താണ്, അതിനൊരു ഫോമാറ്റ് ഉണ്ട്. നോട്ടീസ് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ഡയറി റൈറ്റിങ്ങിനും ഒരു ഫോമാറ്റ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ദി ഡേറ്റ് ഓർ ഡേ. പിന്നെ ഉള്ളത് യു ഹാവ് ടു ഗിവ് എ പ്രോപ്പർ സാല്യൂട്ടേഷൻ. ഡിയർ ഡയറി, യൂഷ്വലി നമ്മൾ അങ്ങനെയാണല്ലേ, ഡയറിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ യൂഷ്വലി വി റൈറ്റ് ഡിയർ ഡയറി, റൈറ്റ്? അങ്ങനെ ഒരു സാല്യൂട്ടേഷൻ ഷുഡ് ബി ദെയർ. പിന്നെ ഹെഡിങ് ഓഫ് ദി എൻട്രി, ദാറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടൻസ് ഓഫ് ദി ഡയറി എൻട്രി, കണ്ടൻറ്റ് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ഫീലിങ്സ് ആണ്. ഇതൊക്കെ വളരെ ഇൻഫോർമലായിട്ട് എഴുതുന്ന കാര്യങ്ങളല്ലേ ഡയറി. നമ്മൾ വളരെ ഇൻഫോർമലായിട്ട്, നമ്മൾ വളരെ ഓപ്പണായിട്ട് എഴുതുന്ന ഒരു കാര്യമാണ് അല്ലേ ഡയറി. അപ്പോൾ യുവർ ലാംഗ്വേജ് ഓൾസോ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ഡോണ്ട് യൂസ് ടു മച്ച് കോംപ്ലിക്കേറ്റഡ് തിങ്സ്. വളരെ സിമ്പിളായിട്ട് യു എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. ദാറ്റ് ഈസ് ഡയറി എൻട്രി. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നൊരു ഏരിയ ആണ് ഈ ഡയറി. ഓക്കെ, അപ്പോൾ ഇതും എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഫോമാറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഇനഫ്. ബാക്കി ഇത് നിങ്ങൾ എഴുതുമല്ലോ അല്ലേ, യു ആർ ഓൾ പ്രിപ്പയർഡ്. നിങ്ങളെല്ലാവരും പ്രിപ്പയർഡ് ആണ്. അപ്പോൾ കണ്ടൻറ്റിനെ കുറിച്ച് വറി ചെയ്യേണ്ട, ഫോമാറ്റ് എപ്പോഴും ഓർത്ത് വെക്കാം. പിന്നെ കണ്ടൻറ്റ് കഴിഞ്ഞാൽ ദെൻ സിഗ്നേച്ചർ. സിഗ്നേച്ചർ. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സി, അലി ഫെൽറ്റ് ദീസ് ആർ ക്വസ്റ്റ്യൻസ് ഫ്രോം മൈ സിസ്റ്റേഴ്സ് ഷൂ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മൈ സിസ്റ്റേഴ്സ് ഷൂലെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഐ വിൽ ഷോ യു സം സാമ്പിൾ ആൻസേഴ്സ്. ഓക്കെ, ആ ചാപ്റ്ററിന് മുമ്പ് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. Ali felt very sad when he reached home without his sister's shoe. He was sad to see her unhappy face and he could not bear the plight sight of his crying sister. He wrote down his feelings and thoughts in his diary. Write the likely diary entry. ഇതാണ് question. അപ്പോൾ എന്താണ്? Ali is writing a ഡയറി എൻട്രി. അന്നത്തെ ദിവസം അലിക്ക് എന്താണ്, അത്ര വലിയ ഹാപ്പി ഡേ ഒന്നും അല്ല. ഹി ഈസ് വെരി ഡെസ്പ്, സാഡ്. അപ്പോൾ അലി എന്തൊക്കെയാണ് ഡയറിയിൽ എഴുതുക എന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ദിസ് ഈസ്, ഞാൻ വീണ്ടും പറയണത് ഇംഗ്ലീഷാണ് അല്ലേ. ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു യൂസ് യുവർ ക്രിയേറ്റിവിറ്റി. നോട്ട് ഓൺലി റീഡിങ് ദി ടെക്സ്റ്റ് ബട്ട് യു ഹാവ് ടു യൂസ് യുവർ ക്രിയേറ്റിവിറ്റി, യുവർ ഐഡിയാസ്. ലാംഗ്വേജ് ആണ് അല്ലേ, നമ്മൾ മലയാളത്തിലും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് ലൈക്ലി ഡയറി എൻട്രി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ തോട്ട്സ് യൂസ് ചെയ്യണം, ക്രിയേറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഈ സാമ്പിൾ ഒന്ന് നോക്കിയേ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദി ഡേറ്റ് ഓർ ഡേ. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതാം. നമ്മൾ നോർമലി ഡയറി എഴുതുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യാറ്, ഡേറ്റും ഓർ മൺഡേ, പിന്നെ മൺഡേ 21st January ഡേറ്റ് ആൻഡ് ഡേ. പിന്നെ കണ്ടൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതുക? വളരെ സിൻസിയർ ആയിട്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഡയറി എഴുതുക. നമ്മളെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ വി ആർ തിങ്കിങ് അബൌട്ട് ദി ഡേ ആൻഡ് വി ആർ റൈറ്റിംഗ് വാട്ട് ഹാപ്പൻഡ്, എന്തൊക്കെയാണ് ഇന്ന് നടന്നതോ, ഇറ്റ് വാസ് എ വെരി സാഡ് ഡേ, അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇറ്റ് വാസ് എ വെരി എക്സൈറ്റിംഗ് ഡേ ടുഡേ, ഐ ലവ് ദിസ് ഡേ, അങ്ങനെ എഴുതാം.
ഇറ്റ്സ് അപ് ടു യു. ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഞാൻ ഇവിടെ തരുന്ന സാമ്പിൾ ഒന്നും നിങ്ങൾ എഴുതണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജ് ആണ്. ദീസ് ആർ ജസ്റ്റ് സാമ്പിൾസ്. ഫോമാറ്റിനാണ് ഈ സാമ്പിൾസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോമാറ്റ് ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതണം. ക്ലിയർ? നിങ്ങൾക്ക് പറ്റും. യു ആർ ഓൾ ഗ്രോൺ അപ്പ് സ്റ്റുഡൻസ് അല്ലേ, 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. സോ യു ക്യാൻ, ഡോണ്ട് വറി അബൌട്ട് ദോസ് തിങ്സ്. ഇറ്റ് ഈസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്. ഐ എം സാഡ് ആൻഡ് അപ്സെറ്റ്. കണ്ടോ ലാംഗ്വേജ് യൂസേജ് ഇരിക്കുന്നത്. പിന്നെന്താ, മൈ സിസ്റ്റേഴ്സ് ഷൂ ഇസ് മിസ്സിങ്. ഐ നോ വാട്ട് ഇസ് her ഫേവറേറ്റ് ഷൂസ്. ഐ കനോട്ട് മീറ്റ് her now. I don't want to see her unhappy face. വളരെ സിൻസിയറായി ജെനുവൻ ആയിട്ട് അലി എഴുതുകയാണ്. ഓക്കെ, ഷീ വിൽ ഗെറ്റ് ആംഗ്രി വിത്ത് മീ. ഐ എം ഇൻ എ പ്രിക്കാരിയസ് സിറ്റുവേഷൻ. I add misery to my family. I hate and curse myself for my carelessness. പിന്നെന്താ, she can't go to school without her shoes. How can I tell my father? I'm scared of my father. He'll beat both of us hard. He can't buy new shoes as he is in deep financial trouble. Oh my God, please help me. കണ്ടോ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ശ്രദ്ധിക്കുക, യു ഷുഡ് റൈറ്റ് ഇൻ ദിസ് ഫോം. അതായത് വളരെ കാഷ്വലായി, വളരെ ഫ്രീ ആയി യു ആർ എക്സ്പ്രസിങ് യുവർ ഐഡിയാസ്. അപ്പോൾ കണ്ടോ, ഓ മൈ ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ, വാട്ട് ടു ഡു. യു ക്യാൻ റൈറ്റ് ഓൾ ദീസ് വേസ്. ക്ലിയർ ആണോ? ഡയറി എൻട്രീൻ്റെ ഫോമാറ്റ് ഇതൊക്കെയാണ്. ഓക്കെ, ദിസ് ഇസ് വൺ എക്സാമ്പിൾ. നൗ ഇനി നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫോമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററും ചോദിക്കാറുണ്ട്. ഇൻഫോർമൽ ലെറ്റർ ഐ ഹാവൻ മെൻഷൻഡ് ഹിയർ ബിക്കോസ് അതിന് അതിൻ്റെ ഫോമാറ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻഫോർമൽ ലെറ്റർ എങ്ങനെ നമ്മൾ എഴുതുക, അതിനങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ജസ്റ്റ് എന്താ, ഇപ്പം ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ടു മൈ ഫാദർ. അപ്പോൾ ഐ ജസ്റ്റ് റൈറ്റ് ദി പ്ലേസ് ആൻഡ് ഡേറ്റ് ദെയർ. ഡിയർ ഡാഡി, ഹൗ ആർ യു? സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇൻഫോർമൽ ലെറ്ററിന് നിങ്ങൾ പേടിക്കാനില്ല, അങ്ങനെ ഫോമാറ്റ് ശ്രദ്ധിക്കണ്ട. ജസ്റ്റ് പ്ലേസ് ആൻഡ് ഡേറ്റ് ആൻഡ് സാല്യൂട്ടേഷൻ ഇസ് ഇനഫ്, അത്രേ വേണ്ടൂ. ഇൻഫോർമലിലാണേ ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആർക്കെങ്കിലും ലെറ്റർ എഴുതാൻ പറയുന്നതാണ് ഇൻഫോർമൽ ലെറ്റർ. ഓർക്കണേ, ഇൻഫോർമൽ എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയി എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛനോ സിസ്റ്ററിനോ അങ്ങനെ ഫ്രണ്ടിനോ ആർക്കെങ്കിലും എഴുതുന്നതാണ് ഇൻഫോർമൽ. വാട്ട് അബൌട്ട് ഫോമൽ ലെറ്റർ? Formal letter means you are writing to somebody informal, like a person having some authority, like Chief Minister of Kerala. It's a formal letter. Write a letter to the editor of the Hindu newspaper. That's formal letter. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇൻഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ഫോമൽ ലെറ്റർ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവണം ഫോമൽ ലെറ്റർ ആണോ അല്ലെങ്കിൽ ഇൻഫോർമൽ ലെറ്റർ ആണോ. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അല്ലേ. ഹിയർ എന്താണ്, ഇറാനിയൻ ഗവൺമെൻറ്റിന് നമ്മൾ ഇൻഫോർമൽ ലെറ്റർ അയക്കുമോ? ഹായ് ഹൗ ആർ യു എന്ന് ചോദിക്കുമോ? ഇല്ല. ഗവൺമെൻറ് പറഞ്ഞത് അത് ഒരു പൊസിഷനാണല്ലേ. അപ്പോൾ അതൊരു ഫോമൽ സ്റ്റൈലിലാണ് നമ്മൾ ആ ലെറ്റർ എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെദർ ഇറ്റ്സ് എ ഫോമൽ ലെറ്റർ ഓർ വെദർ ഇറ്റ്സ് ആൻ ഇൻഫോർമൽ ലെറ്റർ. അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ ഞാൻ പറഞ്ഞു, പ്ലേസ് ആൻഡ് ഡേറ്റ്, സാല്യൂട്ടേഷൻ. ദീസ് ടു തിങ്സ് ആർ ഇനഫ്. പിന്നെ താഴെ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റ് യോസ് ഫെയ്ത്ത്ഫുള്ളി, സിൻസിയർലി, ലവിങ്ലി, വാട്ട് എവർ ഇറ്റ് ഇസ്, അതൊക്കെ എഴുതാം. ഇനി ഫോമൽ ലെറ്റർ വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിനൊരു ഫോമാറ്റ് ഉണ്ട്. ഓക്കെ, അതിനൊരു ഫോമാറ്റ് ഉണ്ട്. എന്താണ്? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ അഡ്രസ്സ് എഴുതണം. നിങ്ങളുടെ അഡ്രസ്സാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ യുവർ അഡ്രസ്, ഹൗസ് നമ്പർ 25. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ ഐ ഷുഡ് ബിഗിൻ വിത്ത് റൈറ്റിംഗ് മൈ അഡ്രസ്. എൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യണം? ആദ്യം എഴുതുക. ഓക്കെ, എൻ്റെ അഡ്രസ്സ് ആദ്യം എഴുതുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് കൊടുക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എഴുതിയാൽ തന്നെ യു ആർ സ്കോറിങ് മാർക്സ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നത്. പിന്നെ ഫോമാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? അപ്പം നിങ്ങളാണ് എഴുതെങ്കിൽ നിങ്ങളുടെ മീൻസ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇവിടെ ആരാ എഴുതുന്നത്? സാറ ഹാപ്പൻസ് ടു റീഡ് എഡ്യൂക്കേഷണൽ ഗ്രാൻസ് ഗിവൺ ടു സിംഗിൾ ചൈൽഡ് ബൈ ലേണർ. ഷീ ഡിസൈഡ്സ് ടു റൈറ്റ് ഇറ്റ്. ആരാ ഇവിടെ എഴുതുന്നത്? സാറയാണല്ലേ. ഒരിക്കലും പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്
see, if you are writing a letter in your examination, don't try to avoid writing your personal details. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമാജിനറി അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാം, അത് മതി. ഓക്കെ, നിങ്ങൾ റിയൽ അഡ്രസ്സ് ഒന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒരു ഇമാജിനേറ്റീവ് അഡ്രസ്സ്, ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. സാറയുടെ ഒരു അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്രസ്സ് കഴിഞ്ഞാൽ ദെൻ ഡേറ്റും ഇമാജിനറി ആവാം, അന്നത്തെ ഡേറ്റ് വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഒരു ഡേറ്റ് കൊടുക്കുക, അഡ്രസ്, ഡേറ്റ്, പിന്നെ ഉള്ളതാണ് സാല്യൂട്ടേഷൻ. ആർക്കാണോ നിങ്ങൾ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് ഇവിടെ. നോക്കൂ, മാനേജർ HR ഡിപ്പാർട്ട്മെൻറ്റ് ടെഹ്റാൻ. അപ്പോൾ പിന്നെ ഇതാണ് നിങ്ങൾ എഴുതാൻ പോകുന്നവരുടെ അഡ്രസ്സ്. ടു whom you are writing the letter, their address should be mentioned after that. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങളുടെ അഡ്രസ്, ഡേറ്റ്, ദെൻ ദി റിസീവേഴ്സ് അഡ്രസ്, ദെൻ ഇസ് ദി സബ്ജക്റ്റ് ഒന്ന് വിട്ടുപോരുതേ. സബ്ജക്റ്റ് ഇങ്ങനെ എഴുതാൻ മതി കേട്ടോ, ഈ ഫോമാറ്റിൽ എഴുതിയാൽ മതി നിങ്ങളുടെ ലെറ്റർ. സബ്ജക്റ്റ് SUB, ദെൻ സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് മീൻസ് അബൌട്ട് വാട്ട് യു ആർ റൈറ്റിംഗ് ദി ലെറ്റർ. എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ എഴുതുന്നത് ലെറ്ററിൽ, അതാണ് സബ്ജക്റ്റ്. ഇവിടെ എന്താ സബ്ജക്റ്റ്? ആപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേഷണൽ ലോൺ ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. എന്താണ് ഇവിടെ സാറ എഴുതുകയാണ് അല്ലേ, ലെറ്ററിൻ്റെ സബ്ജക്റ്റ് എന്താ? സാറക്ക് എഡ്യൂക്കേഷൻ ലോൺ, സിംഗിൾ ഗേൾ ചൈൽഡ് ആണ്, അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ലോൺ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറ ഈ ലെറ്റർ ഗവൺമെൻറ്റിന് എഴുതുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേഷണൽ ലോൺ ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. അപ്പം നിങ്ങൾ എന്തിനെക്കുറിച്ചാണ്, അതിവിടെ ഉണ്ടാവും കണ്ടോ, ഡിമാൻഡിങ് എഡ്യൂക്കേഷണൽ ഗ്രാൻസ്, അങ്ങനെ ആയാലും മതി. അത് നിങ്ങൾ ഒരുപാട് വറി ചെയ്യേണ്ട, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ലെറ്റർ എഴുതേണ്ടത്. നിങ്ങൾക്ക് സബ്ജക്റ്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും, അത് എടുത്തിട്ട് സബ്ജക്റ്റായിട്ട് ഇടുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, സാറ ഹാപ്പൻസ് ടു റീഡ് ദി എഡ്യൂക്കേഷണൽ ഗ്രാൻസ് ഗിവൻ, ഡിമാൻഡിങ് ദി സെയിം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ഗ്രാൻസ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ് എഴുതിയാലും മതി, സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്യരുതേ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ സാല്യൂട്ടേഷൻ. ഡിയർ സർ, ഐ ബിലോങ് ടു ഓക്ര സിറ്റി. നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, ഫോർമൽ ലെറ്റർ ആണല്ലോ. സർ, ഐ ആം ഫ്രം ദിസ് പ്ലേസ്. ഓക്കെ, ഐ ലിവ് ഹിയർ. ഓക്കെ, ഓൾ ദോസ് തിങ്സ്. മൈ ഫാദർ ഇസ് എൻ ഓർഡിനറി പേഴ്സൺ. അങ്ങനെയൊക്കെ എഴുതാം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇത് നിങ്ങളുടെ എഴുതുന്ന ലെറ്ററിൻ്റെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഡിയർ സർ, എക്സ്ക്യൂസ് മീ. അപ്പോൾ പിന്നെ വരുന്നതാണ് നമ്മളെ കണ്ടന്റ്. അപ്പോൾ ഇതൊക്കെ എഴുതുക. ദേ ആർ സ്ട്രഗ്ലിങ് ഹാർഡ് ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്സ്. പിന്നെ എന്താണ് ഇവിടെ നമ്മളെ ഡിമാൻഡ് പറയാം, ഐ എം ഇൻ ഷിയർ നീഡ് ഓഫ് ദി എഡ്യൂക്കേഷണൽ ലോൺ പ്രിവിലേജ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ്. പിന്നെ ഒരുപാട് നമ്മൾ എഴുതണ്ട, മനസ്സിലായില്ലേ, ഫോർമൽ ലെറ്ററാണ്. നമ്മളൊരു ചീഫ് മിനിസ്റ്റർക്ക് കത്തെഴുതുമ്പോൾ എങ്ങനെ എഴുതുക, ഒരു 2 പേജൊക്കെ എഴുതുമോ? ഇല്ലല്ലോ. ചീഫ് മിനിസ്റ്റർക്ക് കത്തെഴുതുമ്പോൾ നമ്മൾ വളരെ പ്രിസൈസായിട്ട് വളരെ ബ്രീഫായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി. ഫോർമൽ ലെറ്റർ. ഡോണ്ട് ഗോ ടൂ ലോങ്. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ഓൺലി ദി പോയിൻറ്റ്സ്. ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഫില്ല് ചെയ്യണ്ട. റൈറ്റ് വാട്ട് എവർ ഇസ് ദി പോയിൻറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, ഇത് കുറച്ച് സെൻറ്റൻസുകളേ ഉള്ളൂ, അത്രയും വേണ്ടു ഫോർമൽ ലെറ്റർ ആണെങ്കിലും. ഓക്കെ, ഒരുപാട് എഴുതണ്ട. എന്താണ്, നിങ്ങൾ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കുക, പിന്നെ ഈ മൈ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റോഡ് ആക്സിഡൻസിനെ കുറിച്ചാണ് എഴുതുന്നത്, അപ്പോൾ നിങ്ങൾ ഇൻഫോം ചെയ്യാൻ ട്രാഫിക് പോലീസ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക, സർ, ഐ എം ഫ്രം ദിസ് പ്ലേസ്, സോ ഐ എം എ റെഗുലർ ട്രാവലർ, ഐ ട്രാവൽ ത്രൂ ബൈ ബസ്, so I often see so many accidents happening, the roads are not very good, proper maintenances are not done, so I request you to take necessary steps. That's all. അത്രേ വേണ്ടു. അതുപോലെ ഇവിടെയും കണ്ടോ, it has been due to financial constraint, as I am the hope of the family, it will help me to support my family. All the required documents are enclosed here with for your kind consideration and favorable orders. I earnestly request you to consider my request and provide me at the earliest. I shall be highly obliged for this. Thanking you, yours sincerely, person's name, Zara. Clear അല്ലേ? അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രോപ്പർ അഡ്രസ്, ദെൻ ഡേറ്റ്, ദെൻ ദി റിസീവേഴ്സ് അഡ്രസ്, ദെൻ സബ്ജക്റ്റ്,
സാല്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അറിയാലോ, ഡിയർ സർ, റെസ്പെക്റ്റഡ് സർ, മാഡം, അതാണ് സാല്യൂട്ടേഷൻ. പിന്നെ കണ്ടന്റ്, ബോഡി ഓഫ് ദി ലെറ്റർ, ദെൻ താങ്കിങ് യു സിൻസിയർലി ഹൂഎവർ ഇറ്റ് ഇസ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഫോർമൽ ലെറ്റർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഫോർമൽ ലെറ്റർ. നൗ ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് വെൻ വി വെർ ഡിസ്കസിങ് അബൌട്ട് ദി ക്വസ്റ്റ്യൻ പേപ്പർ ഓവർവ്യൂ വി ടോക്ഡ് അബൌട്ട് വൺ അനലിറ്റിക്കൽ പാരഗ്രാഫ് അല്ലേ, സോറി ഡാറ്റ അനാലിസിസ്. ഓർമ്മയുണ്ടോ? ഒരു ടേബിളോ എന്തെങ്കിലും ഒരു ഡാറ്റ തന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദി ഡാറ്റ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് അല്ലേ, അതാണ് ഇത്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഇത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. വെരി ഈസി ഏരിയ ആണ് മാർക്ക് സ്കോർ ചെയ്യാൻ. ഇഫ് ഇറ്റ് ഈസ് ഫോർ 5 മാർക്സ്, ഈ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. സോ യു ക്യാൻ സ്കോർ ദീസ് 5 മാർക്സ് ഇഫ് യു ഗോ ത്രൂ ദി ഡാറ്റ തറലി. ഡാറ്റ നന്നായി അനലൈസ് ചെയ്താൽ യു ക്യാൻ സ്കോർ മാർക്സ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? വെരി സിമ്പിൾ. ഇവിടെ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, സം സെൻറ്റൻസസ്, ഹെഡ്ലൈൻസ് ആണ്. ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ് എന്നാണ്. അപ്പോൾ ഹെഡ്ലൈൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഹെഡ്ലൈൻസ് വായിച്ചിട്ട് യു ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ഇവിടെ നോക്കൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് വിച്ച് ഹെഡ്ലൈൻ വിൽ അപ്പീൽ ടു യു? വെരി ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ വായിക്കണം. ഞാൻ വീണ്ടും പറയാണ്, യു ഹാവ് ടു റീഡ് ദി ക്വസ്റ്റ്യൻ തറലി. നന്നായി ക്ലിയറായി ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, എന്നാലേ യു ക്യാൻ ആൻസർ. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് വിച്ച് ഹെഡ്ലൈൻ വിൽ അപ്പീൽ ടു യു? ഏത് ഹെഡ്ലൈൻ ആണ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ് വിൽ അപ്പീൽ ടു യു? സി ഏതായിരിക്കും? നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് വായിച്ചാൽ മനസ്സിലാവും അല്ലേ, ഏത് ഹെഡ്ലൈനാണ് റിലേറ്റഡ് ടു സ്പോർട്സ്. ഏതാണ്? നീരജ് ചോപ്ര വിൻസ് സിൽവർ ഇൻ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. അതായിരിക്കും. വെരി ഈസി അല്ലേ? ഈസി അല്ലേ? സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A student of international relations may be interested in the headline. A student of international relations ഏത് ഹെഡ്ലൈനിലായിരിക്കും ഇൻട്രസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ഹെഡ്ലൈൻസ് ആയിരിക്കും? നോക്കൂ ഇവിടെ ഏതായിരിക്കും? ഇന്റർനാഷണൽ റിലേഷൻസ്. സി ലാസ്റ്റ് വൺ, ശ്രീലങ്കൻ ക്രൈസിസ് ഡീപ്പൻസ്, വറീഡ് ഇന്ത്യ ടു ഫോർമുലേറ്റ് സ്റ്റെപ്സ്. ഇന്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ച്. അപ്പോൾ ഈസി അല്ലേ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഇതാണ്. വെരി ഈസി. ഓക്കെ, ഇഫ് യു ജസ്റ്റ് ഗോ ത്രൂ ദി ഹെഡ്ലൈൻസ് യു ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻസ്. വെരി ഈസി. നോക്കൂ നെക്സ്റ്റ് വൺ. ദി ഹെഡ്ലൈൻ ദാറ്റ് മേ സെറ്റ് അലാം ബെൽസ് റിംഗിങ് അമംഗ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇസ്. ദി ഹെഡ്ലൈൻ ദാറ്റ് മേ സെറ്റ് അലാം ബെൽസ് റിംഗിങ് അമംഗ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഏതായിരിക്കും? നോക്കൂ, ഈ ഹെഡ്ലൈൻസ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, ഏതാണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന. സി മങ്കി പോക്സ് പാൻഡമിക് ഡിക്ലെയർ WHO. നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവില്ലേ ഏതാണ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ന്യൂസ്, ഏതാണ് സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ്. ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ്, ഇതുപോലെ ആവണമെന്നില്ല. ഇതിപ്പോൾ ഒരു കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് തന്നു, സം ക്വസ്റ്റ്യൻസ് അതെ. അതല്ലാതെ ഒരു ടേബിൾ ആവാം. ഓക്കെ, എന്തെങ്കിലും റേഷ്യോ അല്ലെങ്കിൽ കാർ എന്തെങ്കിലും വെഹിക്കിൾസ് റിലേറ്റഡ് ടേബിൾ, അങ്ങനെ എന്തോ പോപ്പുലേഷൻ റിലേറ്റഡ്, അതൊക്കെ എന്താണ് വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾ ഡാറ്റ നന്നായി അനലൈസ് ചെയ്താൽ ഈസിലി യു ക്യാൻ സ്കോർ മാർക്സ്. നോക്കൂ, വിച്ച് ഹെഡ്ലൈൻ മേ ബ്രിങ് ചിയർ ടു സീനിയർ സിറ്റിസൻസ്. സീനിയർ സിറ്റിസൻസിന് സന്തോഷിക്കാൻ വകയുള്ള ഏത് ഹെഡ്ലൈനാണ് ഇവിടെ കാണുന്നത്? സി റെയിൽവേസ് ടു റിസ്റ്റോർ ഫെയർ കട്ട് ടു എൽഡർലി. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ഹൗ യു ആൻസർ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ദി ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അഗേൻസ്റ്റ് ക്യാമ്പസ് വയലൻസ്. Campus violence, against campus violence, which is the headline? Yes, here. No more lives should be lost on campus, says High Court. Appa, these are the questions. Okay, so we are here to learn. Okay, we are here to learn new tips. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മളിവിടെ മീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഡാറ്റ അനാലിസിസ് ക്ലിയർ ആണല്ലോ. പിന്നെ എന്താണ് ഇനിയുള്ളത്? നേരത്തെ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, മാം ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ ഇൻ ഗ്രാമർ റിലേറ്റഡ് ടോപ്പിക്സ്. അപ്പോൾ ഗ്രാമർ പോർഷനിൽ യു ക്യാൻ എക്സ്പെക്ട് ദീസ് ക്വസ്റ്റ്യൻസ്. ദീസ് ആർ സം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫ്രോം ദി ഗ്രാമർ പോർഷൻസ്. ഇത് നിങ്ങൾക്ക് ടുവേർഡ്സ് ദി എൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
സി റീഡ് ദി കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി സെൻറ്റൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ റിപ്പോർട്ടിംഗ് ദി കോൺവെർസേഷൻ. റിപ്പോർട്ടിംഗ് ദി കോൺവെർസേഷൻ, ദിസ് ഈസ് വൺ ഷുവർ ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് എല്ലാ ഇയറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ടിംഗ് ദി കോൺവെർസേഷൻ എന്താണ്? ഐ തിങ്ക് യു നോ ദിസ്. എന്താണ് യു ആർ റിപ്പോർട്ടിംഗ്? അതായത് there will be a dialogue. Dialogue will be given. All you have to do is you are reporting the dialogue. അതായത് ഈ കൊട്ടേഷൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. റിയ സെഡ് ദാറ്റ് ഓർ രാമു സെഡ് ദാറ്റ്. രാമു ആസ്ക്ഡ് രവി. രാമു ആസ്ക്ഡ് രവി വാട്ട് ഹിസ് നെയിം വാസ്. അങ്ങനെ ഈ കോൺവെർസേഷനെ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യാണ്. മനസ്സിലാവുന്നുണ്ടോ? യു ആർ റിപ്പോർട്ടിംഗ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ തോരാത്ത് ആൻഡ് റേ. ഈ എക്സാമ്പിൾ വെച്ച് ഞാനൊന്ന് പറയാം. ലുക്ക് തോരാത്ത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു സർ? So they are having a dialogue. Sir, how can I help you, sir? Thorat is asking him. Ray is replying. Ray endana? See, I need a tiger for my upcoming film. He is talking to whom? Thorat. അപ്പോൾ ഇവർ രണ്ടാൾ തമ്മിലുള്ള ഡയലോഗ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഡോണ്ട് വറി, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. യു വിൽ ഹാവ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ഓക്കെ, ഇവിടെ ഒരു ഹിൻ്റ് ഉണ്ടാവും എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഉണ്ടാവും ഇവിടെ. സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് യു ജസ്റ്റ് ഹാവ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. തോരാറ്റ് ആസ്ക്ഡ് റേ. തോരാറ്റ് ആസ്ക്ഡ് റേ ഹൗ ക്യാൻ. ഇവിടെ ഡയറക്റ്റ് ചോദിക്കുകയാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? തോരാത്ത് റേനോട് ചോദിച്ച കാര്യം നമ്മൾ പറയാണ്. ഐ ആം സെയിങ് തോരാത്ത് ആസ്ക്ഡ് റേ. ഗോട്ട് ദി ഡിഫറൻസ്? നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ, യു ആർ റിപ്പോർട്ടിങ്. ഞാൻ വേറൊരാളുടെ കോൺവെർസേഷൻ ഞാൻ വേറൊരു തേർഡ് പേഴ്സണോട് പറയുകയാണ്. രവി സെഡ് ടു ലേഖ ദാറ്റ്. അങ്ങനെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ, ഹൗ ക്യാൻ. ഈ പ്രോനൗൺസ് കണ്ടോ? പ്രോനൗൺസ് അറിയാലോ. ഐ, ഹി, ഇറ്റ്, ഷീ. ഓക്കെ, ഈ പ്രോനൗൺസിൽ ചേഞ്ച് വരും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ്. ഈ ഐ ആരാണ്? ഇവിടെ തോരാത്താണ്. അപ്പോൾ ഐ എന്താവും? ഹി ഓർ ഷീ ആവും. ഓക്കെ, സോ തോരാത്ത് ആസ്ക്ഡ് റേ ഹൗ ക്യാൻ ഹി. ഐ ഇവിടെ ആരാ? തോരാത്ത്. അപ്പോൾ ഐ വിൽ ചേഞ്ച് ടു ഹി ഓർ ഷീ. ഇവിടെ തോരാത്ത് മെയിൽ ആയതുകൊണ്ട് ഹി. മനസ്സിലായോ? പ്രോനൗൺസിൽ ചേഞ്ച് വരും. ഓക്കെ, ഹൗ ക്യാൻ ഹി ഹെൽപ്പ് ഹിം. യുവും മാറും, ഹിം ഓർ ഹെർ ആവും. ഇവിടെ ചേഞ്ച് വരുന്നത് പ്രോനൗൺസിനാണ്. പിന്നെ ടെൻസ് മാറും. യൂഷ്വലി സിമ്പിൾ പ്രസൻറ്റ് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. ദർ ഇസ് എ ചേഞ്ച് ഇൻ ടെൻസ്. അപ്പോൾ ഇവിടെ തോരാറ്റ് ആസ്ക്ഡ് റേ, സോറി, ഹൗ. ഓൾസോ വൺ മോർ തിങ്, ഓക്സിലറി വെർബ് ക്യാൻ എന്താവും? കുഡ് ആവും. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്യാൻ ഓൾവേസ് ചേഞ്ചസ് ഇൻ ടു കുഡ്. ഓക്കെ, വിൽ ചേഞ്ച് ടു വുഡ്. അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ക്യാൻ വിൽ ചേഞ്ച് ടു കുഡ്. ഐ എന്താവും? ഹി ഓർ ഷീ ആവും. യു എന്താവും? ഹിം ഓർ ഹെർ. അപ്പോൾ എന്താവും ഇവിടെ ആൻസർ? തോരാറ്റ് ആസ്ക്ഡ് റേ ഹൗ കുഡ് ഹി ഹെൽപ്പ് ഹിം. ക്ലിയർ? യു ആർ റിപ്പോർട്ടിംഗ്. റേ റിപ്ലൈഡ് ദാറ്റ്. ദാറ്റ് വേണ്ടേ? നമ്മൾ ഒരാൾ റിപ്ലൈഡ് ദാറ്റ് ഇല്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ഓക്കെ, റേ റിപ്ലൈഡ് ദാറ്റ്. ഐ എന്താവും? ഞാൻ പറഞ്ഞല്ലോ, ഐ വിൽ ചേഞ്ച് ഇൻ ടു ഹി. റേ റിപ്ലൈഡ് ദാറ്റ് ഹി. നീഡ് എന്താവും? സിമ്പിൾ പ്രസൻറ്റ് എന്താ? സിമ്പിൾ പാസ്റ്റ് ആവും. നീഡ് വിൽ ചേഞ്ച് ടു നീഡഡ്. അപ്പോൾ നീഡ് വിൽ ചേഞ്ച് ടു നീഡഡ്. റേ റിപ്ലൈഡ് ദാറ്റ് ഹി നീഡഡ് എ ടൈഗർ ഫോർ. മൈ എന്താ? മൈ എന്ന് പറയുന്നത് ഇവിടെ റേ അല്ലേ. അപ്പം മൈ വിൽ ചേഞ്ച് അല്ലേ, ഹിസ് ആവും. മൈ വിൽ ചേഞ്ച് ടു ഹിസ്. റേ റിപ്ലൈഡ് ദാറ്റ് ഹി നീഡഡ് എ ടൈഗർ ഫോർ ഹിസ് അപ്കമിങ് ഫിലിം. ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രോനൗൺസ് മാറുന്നു, ടെൻസ് ഓൾസോ ചേഞ്ചസ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റ് ആവുന്നു. പ്രോനൗൺ ചേഞ്ചസ്. ഐ ചേഞ്ചസ് ടു ഹിം, സോറി, ഹി ഓർ ഷീ. യു ചേഞ്ചസ് ടു ഹിം ഓർ ഹെർ. പിന്നെ ഒരു കാര്യം, ഇൻ കേസ് ടുഡേ കോൺവെർസേഷനിൽ ടുഡേ വന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടുഡേ എന്ന് എഴുതാൻ പാടില്ല.
turn into that day. യെസ്റ്റർഡേ എന്നുണ്ടെന്ന് വിചാരിക്കൂ. സപ്പോസ് കോൺവെർസേഷനിൽ യെസ്റ്റർഡേ എന്ന് എഴുതാൻ പാടില്ല റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ദി പ്രീവിയസ് ഡേ. ക്ലിയർ? അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് പോസിബിൾ റൈറ്റ് ഇറ്റ് സംവെയർ ഇൻ യുവർ നോട്ട്ബുക്ക് ഓർ സംവെയർ. ഓക്കെ, ടുമോറോ ഉണ്ട് സപ്പോസ് ഇൻ ദിസ് ഡയലോഗ്. ഹൗ ക്യാൻ യു സി ടുമോറോ, അങ്ങനെ എന്തെങ്കിലും ഇമാജിൻ ചെയ്യൂ. ഇപ്പോൾ ടുമോറോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹീ നീഡഡ് എ ടൈഗർ ഫോർ ഹിസ് അപ്കമിങ് ഫിലിം. ടുമോറോ എന്ന് എഴുതാൻ പാടില്ല, ദി നെക്സ്റ്റ് ഡേ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ടുഡേ ദാറ്റ് ഡേ ആവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ. യെസ്റ്റർഡേ ദി ഡേ ബിഫോർ ആവും. പിന്നെന്താ, ടുമോറോ വിൽ ബിക്കം ദി നെക്സ്റ്റ് ഡേ. വെരി ഗുഡ്, ദി നെക്സ്റ്റ് ഡേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇറ്റ് വിൽ ബി ഈസി. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി വരിക. അപ്പോൾ ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഓൾസോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഹൗ ടു റിപ്പോർട്ട് ദി ഡയലോഗ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. റിപ്പോർട്ടിങ് ദി കോൺവെർസേഷൻ. ഇനിയുള്ളതാണ് എഡിറ്റിംഗ്. എഡിറ്റിങ്ങും ഇറ്റ് ഈസ് ഓൾസോ ഷുവർ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് പാസേജ് നിങ്ങൾക്ക് ഉണ്ടാവും. എഡിറ്റിംഗ് ക്യാൻ ബി എനിത്തിങ്. അത് നിങ്ങൾക്ക് ടെൻസ് റിലേറ്റഡ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ വേർബിൻ്റെ ഫോം ഓഫ് ദി വേർബ്, ഓക്കെ, അത് ചേഞ്ച് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേർഡ് ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും ഒരു ബോക്സിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഉണ്ടാവും എഡിറ്റിംഗ് ദി ഓപ്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ പാസേജ് ഒന്ന് നമുക്ക് നോക്കിയാലോ. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദി യെസ്റ്റർഡേ പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ ക്യാൻ ബിക്കം പ്രീവിയസ് ഡേ, ദി ഡേ ബിഫോർ ഓർ ദി പ്രീവിയസ് ഡേ. കറക്റ്റ്. ഓക്കെ, നൗ എഡിറ്റിംഗ്. Editing, see, look at this passage. I realized how reverently these animal actors were treating when I happened to saw the shooting of a film 20 years ago in Disney studio in Hollywood. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം there are some errors. അവിടെയാണ് നിങ്ങൾ സ്കോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തോന്നണം this is wrong. ഈ വേർബ് ഫോമിൽ കറക്റ്റ് ഫോമിൽ അല്ല ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. ഓക്കെ, അതിന് ഒരു വഴി എന്താ വെച്ചാൽ യു ഷുഡ് പ്രാക്ടീസ് എ ലോട്ട് ഓഫ് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് ഇങ്ങനെ എഡിറ്റിംഗ് നിങ്ങൾ പാസേജസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ യു ക്യാൻ ഈസിലി സ്കോർ മാർക്സ്. ഓക്കെ, അപ്പോൾ ഐ റിയലൈസ് ഹൗ റെവറൻ്റ്ലി ദീസ് ആനിമൽസ് ആക്ടേഴ്സ് വെയർ ട്രീറ്റിംഗ് ആണോ വെൻ ഐ ഹാപ്പൻഡ് ടു വേറാണ്. അപ്പോൾ ട്രീറ്റഡ് ആണ് അല്ലേ, ട്രീറ്റിംഗ് അല്ല. ട്രീറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ഫോമാ, കണ്ടിന്യൂസ് ഫോമാണ് അല്ലേ. അപ്പോൾ ട്രീറ്റഡ് ആണ്, പാസ്റ്റ് ഫോമാണ് അവിടെ വരേണ്ടത്. സോ ദിസ് ഇസ് റോങ്. യു ഹാവ് ടു യൂസ് യുവർ ട്രീറ്റഡ്. ഇങ്ങനെയാണ് എഡിറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. പിന്നെ വെൻ ഐ ഹാപ്പൻ ടു സോ ആണോ, വെൻ ഐ ഹാപ്പൻ ടു ഡാഷ് ദ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം 20 years or happened to see ആണല്ലേ, happen to so അല്ല. that is wrong. so is incorrect. C is the right answer. പിന്നെ എന്താ, of a film 20 years ago in Disney studio in Hollywood. the main characters ആണോ, tell me, main characters in this film was a അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സെൻറ്റൻസ് ഫുൾ നോക്കൂ. main characters in this film was a large dog. so the main this sentence speaks about the dog alone. ഒരു ഡോഗിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? യു പീപ്പിൾ ടെൽ മീ, നിങ്ങൾ പറയൂ എന്താണ്? മെയിൻ ക്യാരക്ടേഴ്സ് അല്ല, മെയിൻ ക്യാരക്ടറാണ്. ബിക്കോസ് ഹിയർ ഓൺലി എ ഡോഗ് ഇസ് മെൻഷൻഡ്. ഒരു സിംഗുലർ ക്രിയേച്ചറിനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് അല്ല, ഇറ്റ് ഇസ് മെയിൻ ക്യാരക്ടർ. ദെൻ I reached the studio for find out that the shooting had not started. For find out ആണോ, എന്താണ് അവിടെ റൈറ്റ് പ്രപ്പോസിഷനിൽ എറർ ഉണ്ട് അല്ലേ. I reached the studio for find out എന്ന് പറയുമോ, ഇല്ല. to find out ആണ്. അപ്പോൾ to ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റിംഗ് പാസേജസ് വരിക.
ക്ലിയർ? അപ്പോൾ ഇത് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ചില വേറെ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് വരാം, പാസേജസ് വരാം. ഓക്കെ, അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് exercises, editing exercises. You have to practice it. Okay, then it is also very easy. ഈ സെഷനും ഈസി ആണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ don't get too much worried about grammar. Don't get too much worried about grammar portion. Now next one is complete the following using appropriate phrasal verbs ആണ് ട്ടോ. Here it is verb. ഇനി what are phrasal verbs? Phrasal verbs means നമുക്കറിയാം a group of words combined to perform the action of a verb. അതായത് ഒരു ഗ്രൂപ്പ് വേർബ് അലോൺ അല്ല, രണ്ട് വേർഡ്സ് ടുഗെദർ അവരെന്താണ് ഒരു ഗ്രൂപ്പായിട്ട് വേർബിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. പക്ഷേ ആ വേർഡിൻ്റെ മീനിങ് ആയിരിക്കില്ല. രണ്ട് സെപ്പറേറ്റ് വേർഡ്സ് ഒരുമിച്ച് വന്ന് പുതിയൊരു മീനിങ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ മീനിങ് ഇപ്പോൾ പുട്ടിൻ്റെ മീനിങ് ആയിരിക്കില്ല പുട്ടപ്പ്, പുട്ട് ഓഫ്. മനസ്സിലായോ? ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രേസൽ വേർബ്സും ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു ലേൺ ഓൾ ദി ഫ്രേസൽ വേർബ്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് ദാറ്റ് ഹാവ് ബീൻ യൂഷ്വലി ആസ്ഡ് ഇൻ യുവർ എക്സാമിനേഷൻസ്. ഓക്കെ, ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഫ്രേസൽ വേർബ്സ് നോട്ട് ചെയ്ത് അതിൻ്റെ മീനിങ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. യു ഹാവ് ടു take note of phrasal verbs that have been frequently asked in your examination. Very common phrasal verbs ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള phrasal verbs പഠിച്ചു വെക്കുക. ഇവിടെ ഇപ്പോൾ നോക്കൂ, one sample question. Before I could dash anything, എന്താണ് ഇവിടെ നോക്കൂ, these are phrasal verbs. കണ്ടോ, ഗ്രൂപ്പ് ഒരു എന്താണ്, two words combined together to form another word. അതാണ് phrasal verbs. മനസ്സിലായല്ലോ? മീനിങ് ഡിഫറെൻ്റ് ആണ്. ടേണിൻ്റെ മീനിങ്ങിനല്ല ടേൺ അപ്പ്, ക്ലിയർ? പുട്ട് മീനിങ് അല്ല പുട്ടപ്പ്, ക്ലിയർ? അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടേൺ അപ്പ് ഇസ് ദെയർ, പുട്ട് ഓൺ, കം അക്രോസ്, മേക്ക് ഔട്ട്, ഗിവ് അവേ. ബിഫോർ ഐ കുഡ് മേക്ക് ഔട്ട് എനിത്തിങ്, മേക്ക് ഔട്ടിൻ്റെ മീനിങ് വ്യത്യാസമുണ്ട്. മേക്ക് മീൻസ് ഉണ്ടാക്കാന്നല്ലേ, പക്ഷെ അതല്ല ഇവിടെ മീനിങ്. മേക്ക് ഔട്ട് ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് മീനിങ്. എന്താണ് മേക്ക് ഔട്ട് മീൻസ്? ഗസ്, ക്ലിയർ? അപ്പോൾ ഫ്രേസൽ വേർബ്സിൻ്റെ ഡിഫറെൻ്റ് ആണ് മീനിങ്. മനസ്സിലായല്ലോ? മേക്ക് കണ്ടുകൊണ്ട് ഉണ്ടാക്കാനൊന്നും വിചാരിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഫ്രേസൽ വേർബ്സ്, കോമൺ ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുക, അതിൻ്റെ മീനിങ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക, ബിഫോർ ഐ കുഡ് മേക്ക് ഔട്ട് എനിത്തിങ് എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. എ ഡ്വാഫ് ഡാഷ് അപ്പ് ഫ്രം നോവെയർ. ഡ്വാഫ് ടേൺഡ് അപ്പ്. ടേൺഡ് അപ്പ് എന്ന് വെച്ചാൽ അപ്പിയർ. ടേൺഡ് അപ്പ് ഫ്രം നോവെയർ. He had dash a hairy dog skin. He had put on. Put on means you wear. Clear? I have never dash such a scene in my life. I have never come across. I have never come across. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സീൻ അതിന് കടന്നു പോയിട്ടില്ല. അതാണ് കം അക്രോസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ മലയാളം ഡോണ്ട് ട്രാൻസ്ലേറ്റ്. കം മീൻസ് വരിക. അപ്പോൾ കം അക്രോസ് എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയല്ല. ഓക്കെ, അതൊരു ഫ്രേസാണ്, ഫ്രേസൽ വേർബ്സ്. അതിന് വേറെ തന്നെ മീനിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. ട്രൈ ടു ലേൺ സം ഫ്രേസൽ വേർബ്സ്, കോമൺ ഫ്രേസൽ വേർബ്സ് ആൻഡ് ദെയർ മീനിങ്സ്. ക്ലിയർ? നൗ next one ആണ് fill in the blanks using the words given in brackets. അപ്പോൾ there are some words in the brackets, you have to fill in the blanks. ഇതും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, fill in the blanks type questions. എന്താണ്, when I had, see options are there. നിങ്ങൾ ജസ്റ്റ് എന്താണ് ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് ബ്ലാങ്ക്സ് ഫിൽ ചെയ്താൽ മതി, that is enough. when I had made a cautious descent dash the tree. എന്താണ് അവിടെ വരിക, from the tree അല്ലേ, from the tree and return to the house. I told grandfather about ആണ് കേട്ടോ. some error is here, that word is not here in this bracket, but the answer is about the fight I had seen. He was pleased dash the mongoose had won. He was pleased that that ആണ് വരിക. ഇതൊന്നും നമുക്ക് എന്താണ് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യേണ്ടത്
വായിക്കുക. യു ഹാവ് ടു റീഡ്. ലാംഗ്വേജ് ആണ് അല്ലേ, ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ്. സോ യു ഹാവ് ടു റീഡ് ലോട്ട് ഓഫ് ബുക്സ്, യുവർ ടെക്സ്റ്റ് ബുക്ക്, എവറിത്തിങ് യു ഹാവ് ടു പ്രാക്ടീസ്. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ പ്രപ്പോസിഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രപ്പോസിഷനാണ്. അല്ലെങ്കിൽ പ്രപ്പോസിഷൻ്റെ കുറച്ച് പ്രപ്പോസിഷൻസ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് പോകും, ഒന്ന് നോക്കാം. ഓക്കെ, ട്രൈ ടു ലേൺ ദീസ് പ്രപ്പോസിഷൻസ് തന്നെ വരണം എന്നില്ല ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഓക്കെ, അതും ശ്രദ്ധിക്കുക. So he was pleased that mongoose had won. He had encouraged it to live. അല്ലേ, to one. Here it is, to live in the garden, to keep away the snakes, feeding it regularly with scraps. Feeding with scraps. The preposition, if you learn the uses of prepositions, then it will be very clear for you, easy for you. Okay. So feeding it regularly with scraps from the kitchen. Next, അപ്പോൾ ഇതാണ് fill in the blanks. Next is complete the dialogue. ഇത് see, you have to complete the dialogue. ഈ ഡയലോഗ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. There are no options. Okay, nothing is given. എന്ത് ചെയ്യുക, ഈ കോൺവെർസേഷൻ വായിച്ച് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി മീനിങ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. അത് ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, ലോജിക് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ. നോക്കൂ, അലി യു ലോസ്റ്റ് മൈ ഷൂസ് ഡാഷ്. ഹിയർ യു ക്യാൻ സീ എ ക്വസ്റ്റ്യൻ മാർക്ക്. Here you can see a question mark. So you have to complete this question. ഇവിടെ എന്താ ഇടുക, ഒരു ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യണം, ബിക്കോസ് you can see a question mark here. So how will you complete it? Ali, you lost my shoes, didn't you? Question tag. You can use question tag. Remember question tags that you have learned in your previous classes? ഓർമ്മയില്ലേ question tags? Didn't you? അങ്ങനെ ചോദിക്കാം അല്ലേ. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് പോസിബിൾ വേ അത് മാത്രമേ ഉണ്ടാവും അല്ലേ. ഇഫ് യു ഹാവ് എനി അതർ സജഷൻസ് യു ക്യാൻ ടെൽ മീ, ഷെയർ ഇറ്റ് വിത്ത് മീ. ഓക്കെ, പിന്നെ യെസ് ഡിയർ, ബട്ട് ഐ എം ഷുവർ ഐ കെപ്റ്റ് ദം ഇൻ ദി വില്ലേജ് ഷോപ്പ് ആൻഡ് couldn't find them when I came out. Dash. Again one blank is there. I don't know, but one thing for sure, I safely placed them in the small gap between two boxes. I don't know, but one thing is sure, I safely. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക, യു ഹാവ് ടു ഇമാജിൻ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. ഡു യു റിമെമ്പർ വേർ ഡിഡ് യു കീപ് മൈ ഷൂസ്, അങ്ങനെ ചോദിക്കാം അല്ലേ. അല്ലെങ്കിൽ വൈ ഡിഡ് യു ടേക്ക് കെയർ ഓഫ് മൈ ഷൂസ്, അങ്ങനെ ചോദിക്കാം. ഇത് അപ് ടു യു, ദിസ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനറി തിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം ഈ ബ്ലാങ്ക്സ്. ഓക്കെ, അങ്ങനെ ഇവിടെ കുറച്ച് ഇതാ 5 മാർക്സിൻ്റെ ആണ്. ഇഫ് യു ഇൻഫോം യുവർ ഫാദർ ഹി വിൽ ബൈ എ ന്യൂ വൺ, അങ്ങനെ എഴുതാം അല്ലേ. ഹി ഡസൻ ഹാവ് മണി ടു ബൈ എ ന്യൂ വൺ, അങ്ങനെ എഴുതാം. ഹി വിൽ ട്രൈ ടു ബൈ എ ന്യൂ ഷൂ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ വൈ വെർ യു സോ കെയർലെസ് ചോദിക്കാം അല്ലേ. സാറ ആസ്കിങ് അലി വൈ വെർ യു സോ കെയർലെസ്, അങ്ങനെ ചോദിക്കാം. അപ്പോൾ അലി യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ബ്ലെയിമിങ്, അങ്ങനെ പറഞ്ഞൂടെ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ഒന്നല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. യു ഹാഡ് ബെറ്റർ സ്റ്റോപ്പ് ബ്ലെയിമിങ് മീ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഇറ്റ് ഈസ് അപ് ടു യു. സോ യു ക്യാൻ കംപ്ലീറ്റ് ദി ബ്ലാങ്ക്സ് അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ആദ്യം ഇത് വായിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ഈ റിപ്ലൈ കണ്ടാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റണം എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും സാറ ചോദിച്ചിട്ടുണ്ടാവാന്ന്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ these are some important areas, important questions of your examination. ഇനി ജനറൽ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ when you enter your examination hall, don't be in panic. ഒരിക്കലും നിങ്ങൾ പാനിക് ആവരുത്. or don't be worried about your examinations. ഓക്കെ, നിങ്ങൾ എക്സാമിനേഷനെ കുറിച്ച് worried ആവാൻ പാടില്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, അങ്ങനെ വറീഡ് ആവുന്ന ആൾക്കാർ ആരായിരിക്കും? ദോസ് ഹൂ ഹാവ് നോട്ട് പ്രിപ്പയർഡ് വെൽ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇഫ് യു പ്രിപ്പയർ വെൽ, യെസ്, ഐ ക്യാൻ സീ സോ മെനി സജഷൻസ് ഫോർ കംപ്ലീറ്റിംഗ് ദി ദിസ് വൺ, റൈറ്റ്? അപ്രോപ്രിയേറ്റ്, സോറി നോട്ട് ദിസ് വൺ. ഇവിടെ കോൺവെർസേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഡിഡ് യു, കറക്റ്റ്. ബാക്കിയുള്ള
You had better wear my sneakers. Correct. അത് നിങ്ങളുടെ കയ്യിലാണ്. യു ക്യാൻ കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ പോലെ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം. ദാറ്റ് ഈസ് അപ് ടു യു. യുവർ ലാംഗ്വേജ് ആണ് അവിടെ, നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, യാ. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, എക്സാമിനേഷൻ ഹാൾ, വൺസ് യു എൻ്റർ യുവർ എക്സാമിനേഷൻ ഹാൾ, യു ഷുഡ് ബി വെരി റിലാക്സ്ഡ്. ഡോണ്ട് ബി in panic, അല്ലെങ്കിൽ don't be worried about questions, expecting this question. Don't sit like that. You should be relaxed. Take a deep breath and sit relaxed. Okay, കാരണം എന്താ, you are prepared. Believe like that. Okay, I am prepared, so why should I worry? ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ പ്രിപ്പയർഡ് ആണ്, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഐ വിൽ അറ്റൻഡ്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, യു ഹാവ് കൂൾ ഓഫ് ടൈം, അല്ലേ? നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഇസ് ദെയർ. സോ ഈ കൂൾ ഓഫ് ടൈം എന്തിനാണ്? Cool off time is for you to think about these questions, അല്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You cannot start writing. You have to think. You can think about your whatever you have learned so far, your points എല്ലാം റീകളക്ട് ചെയ്യാനുള്ള ടൈമാണ് കൂൾ ഓഫ് ടൈം. കൂൾ ചെയ്യാനുള്ള ടൈമാണ് കൂൾ ഓഫ് ടൈം, അല്ലേ? അല്ലാണ്ട് ടെൻഷൻ അടിക്കാനുള്ള ടൈമല്ല. സോ യു ഹാവ് ടു ബി കൂൾ, വെരി കാം, ഓൾ സെറ്റ് ഫോർ റൈറ്റിംഗ്. അതാണ് കൂൾ ഓഫ് ടൈം. അപ്പോൾ കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യാണ്? അപ്സെറ്റ് ആവാൻ തുടങ്ങാൻ പാടില്ല. ഡോണ്ട് സ്റ്റാർട്ട് റൈറ്റിംഗ്. ബി പ്രിപ്പയർഡ് വിത്ത് യുവർ ആൻസേഴ്സ്. ഓക്കെ, കൂൾ ഓഫ് ടൈം. പിന്നെ ഉള്ളത്, വെൻ യു ആർ റൈറ്റിംഗ്, ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു റീഡ് ദി ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. പാസേജ് ഒക്കെ എക്സ്പെഷ്യലി വെൻ യു ആർ റീഡിങ് എക്സ്ട്രാക്ട്സ് ആൻഡ് ഓൾ, എക്സ്പെഷ്യലി ഔട്ട് ഓഫ് ദി ടെക്സ്റ്റ് എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് എന്താണ്, ജസ്റ്റ് ഒന്ന് അങ്ങനെയല്ല വായിക്കേണ്ടത്. നിങ്ങളത് എല്ലാ ലൈനും വായിച്ചിരിക്കണം. എന്നാൽ മാത്രമേ യു ക്യാൻ ആൻസർ ദി ക്വസ്റ്റ്യൻ. അല്ലാതെ ഫസ്റ്റ് ലൈൻ വായിച്ച് ലാസ്റ്റ് ലൈൻ വായിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇല്ല. ചിലവർക്കുണ്ടോ, നിങ്ങൾക്കുണ്ടാവില്ല, ഐ നോ. ബട്ട് വേറെ ചില ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, വായിക്കും, ക്വസ്റ്റ്യൻ വായിക്കും, ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു വേർഡ് പാസേജിൽ വരുന്നുണ്ടോ നോക്കും, എന്നിട്ട് അതെടുത്തിട്ട് ആൻസർ ചെയ്യും, അല്ലേ? That is not the right way. You have to read the passage first carefully, line by line, and then answers എന്താണ്, see, somebody asked me 7 marks questions ഒന്ന് പറയാം. 7 marks questionൽ you can expect write-up. ഒരു റൈറ്റപ്പ് റിഗാർഡിങ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഒരു റൈറ്റപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നെറേറ്റ് ദി ഈവൻറ്റ്സ് ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ. അല്ലെങ്കിൽ നെറേറ്റ് ദി ഈവൻറ്റ്സ് happened with this doctor with reference to the chapter Snake and the Mirror. അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റ്സ് എഴുതുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ട് ടൈം മാനേജ് ചെയ്യുക. ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്താൽ യു വിൽ ലൂസ് യുവർ ടൈം. ബാക്കി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾ ടൈം കുറയും. അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യണമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ടൈം മാനേജ് ചെയ്യാം. മിസ്റ്റർ Thorat's character sketch. Mr. Thorat is not a main character in the story, but still he has a role in the story. Previous year questions മിസ്റ്റർ തോറാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അധികം ചോദിച്ച് കണ്ടിട്ടില്ല എന്ന് കരുതി നിങ്ങളത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, എല്ലാ ക്യാരക്ടേഴ്സിനും നിങ്ങൾ നന്നായി അറിഞ്ഞിരിക്കണം. ദർ ഇസ് എ ചാൻസ്. അപ്പോൾ മിസ്റ്റർ തോറാത്ത് വരില്ല എന്ന് പറഞ്ഞത് നമുക്ക് സ്കിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. മിസ്റ്റർ തോറാത്ത് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ബട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ തോറാത്തിൻ്റെ കണ്ടിട്ടില്ല. ബട്ട് ദർ ഇസ് എ ചാൻസ്. ഓക്കെ, ദർ ഇസ് എ ചാൻസ്. യെസ്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, പാസേജ് നമ്മൾ വായിക്കേണ്ട രീതി ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ, പാനിക്കായി നമ്മൾ ആൻസർ ചെയ്യാൻ നിന്നാൽ ക്വസ്റ്റ്യൻ നമ്പർ മാറിപ്പോവും. അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് വരും. അപ്പോൾ വളരെ കാമായി റിലാക്സ്ഡായി ക്വസ്റ്റ്യൻ നമ്പർ നോക്കി പ്രോപ്പർ റീഡിങ്, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് വളരെ ഡീറ്റെയിൽ ആയി ആൻസർ ചെയ്യാം. ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു റീഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. അതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, 5, 6, 7 മാർക്സിന് എത്ര എഴുതാം? 5, 6, 7 മാർക്സ് ഞാൻ പറഞ്ഞല്ലോ ലോങ് ആൻസർ ആണ്. യു ക്യാൻ റൈറ്റ് അബൌട്ട് 1 പേജ്. ഓക്കെ, 5 or 6 മാർക്സിൻ്റെത് നിങ്ങളെ പോയിൻറ്റ്സ്, അതായത് ഒരു സം 10 points is enough for 6 marks and all. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് നിങ്ങൾ എത്ര എഴുതുന്നു എന്നല്ല, നിങ്ങൾ എഴുതുന്ന പോയിൻറ്റ്സിനാണ് മാർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ
ഒരു 4 പോയിന്റ്സ് എഴുതിയുള്ളൂ, പക്ഷേ അത് വാലിഡ് പോയിന്റ്സ് ആണെങ്കിൽ അവിടെ നിങ്ങൾ സ്കോർ ചെയ്യും. എന്ന് വെച്ച് ഞാൻ പറയുന്നത് എഴുതാതിരിക്കരുത് എന്നല്ല, പോയിന്റ്സ് എഴുതുക. എത്രയാണെങ്കിലും ട്രൈ ടു റൈറ്റ് പോയിന്റ്സ്. മനസ്സിലായല്ലോ? വാലിഡ് പോയിന്റ്സ് എഴുതാം. ക്ലിയർ? 5 മാർക്സിൻ്റെത് ഞാൻ പറഞ്ഞു, 6 മാർക്സിൻ്റെ അത്ര എഴുതണ്ട. ഇപ്പോൾ 6 മാർക്സ് ഒരു 10 പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 മാർക്സിൻ്റെ ഒരു 7 or 6 or 7 അങ്ങനെ എഴുതിയാൽ മതിയോ? അങ്ങനെ. ഓക്കെ, സോ അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക, വളരെ കെയർഫുള്ളായിട്ട് വായിക്കുക. സോ റീഡ് ദി ക്വസ്റ്റ്യൻസ്. പിന്നെ റിലാക്സ്ഡ് ആയി ഇരിക്കുക എക്സാമിനേഷൻ ഹാളിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, the only way you can do is prepare well for your examinations. Yes, എവിടെ എന്താണ്? Yes, that is what I said. അല്ലേ? whatever you write, it should be വെരി ക്ലിയർ, ആക്യുറേറ്റ്. അങ്ങനെ വളരെ ക്ലിയർ ആയി എഴുതിയാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ലാംഗ്വേജ് ആണ്, എന്താണോ എഴുതുന്നത് അത് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. എന്തിനെക്കുറിച്ചാണോ എഴുതുന്നത്, പോയിന്റ്സ്, വാലിഡ് പോയിന്റ്സ് എഴുതാം. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ലാംഗ്വേജ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് യുവർ ടൈം മാനേജ്മെൻറ്റ്. ഡോണ്ട് ടേക്ക് ടു മച്ച് ടൈം ഫോർ 7 മാർക്സ് ഓർ പാസേജ് റീഡിങ്. അതൊന്നും ഒരുപാട് ടൈം നിങ്ങൾ എടുക്കാൻ പാടില്ല. എല്ലാം കറക്റ്റ്. യു ഹാവ് ടു സ്പ്ലിറ്റ്, ഡിവൈഡ് ദി ടൈം അക്കോർഡിംഗ് ടു ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫോമാറ്റ്സ് ഒക്കെ മറക്കരുത്. കീപ്പ് ഇൻ യുവർ മൈൻഡ്. And I'll just give you one positive note in the end. You must tell yourself, no matter how hard it is or how hard it gets, I am going to make it. So whatever be the question, whatever be the situation, how hard it is or how hard it gets, what you should do is you should have a confidence. ഞാൻ ചെയ്യും, എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ സ്കോർ ചെയ്യും, ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. സോ വാട്ട് യു ഹാവ് ടു ഡൂ ഇസ് കീപ് ലേണിംഗ്, വർക്ക് ഹാർഡ്, നന്നായി പ്രാക്ടീസ് ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ പിന്നെന്താണ്, ദിസ് ഇസ് നോട്ട് അബൌട്ട് ഓൺലി ഇംഗ്ലീഷ്, എല്ലാ സബ്ജക്ട്സിനും. ഓക്കെ, അപ്പോൾ you have so many other subjects coming in your coming days. അപ്പോൾ ആ എക്സാമിനേഷൻസിൻ്റെ ഒക്കെ ലൈവ് ക്ലാസ്സസ് വിൽ ബി അവൈലബിൾ ഇൻ ദി എക്സാം പോയിൻറ്റ് വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് യു ജസ്റ്റ് വാച്ച് ദി വീഡിയോസ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ, ഓക്കെ, ക്വിക്ക് റിവിഷൻ ലൈവ് ക്ലാസ്സസ് വിൽ ബി അവൈലബിൾ ഇൻ അവർ വെബ്സൈറ്റ്. അപ്പോൾ ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ലേൺ ആൻഡ് പ്രിപ്പയർ വെൽ, ഡു യുവർ എക്സാംസ് വെൽ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.